അസ്സലാമു അലൈക്കും മർഹബൻ അഹ്ലം വസഹ്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ LPS അറബിക്കിൽ വന്ന കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. കാര്യമായിട്ടും കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് നഹവ്, ബലാഗ, ലിറ്ററേച്ചർ തുടങ്ങിയ മേഖലകളിലുള്ള ചോദ്യങ്ങളാണ്. അതിൻ്റെ ബാക്കി കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ലാസ്റ്റ് ഭാഗത്ത് കാര്യമായിട്ട് വന്ന ചോദ്യങ്ങൾ ട്രാൻസ്ലേഷൻ ഓറിയൻറ്റഡ് ആയ നമ്മുടെ കോംപ്രഹെൻഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ്. പിന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ലിറ്ററേച്ചറിൻ്റെ ഭാഗങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ എനിക്ക് ഫോക്കസ് ചെയ്ത് പറയാനുള്ള കാര്യം, ഈ കോംപ്രഹെൻഷൻ ലെവലുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ആ ഒരുപാട് ചോദ്യങ്ങൾ വളരെ സിമ്പിളായ ചോദ്യങ്ങളല്ല, കാണുമ്പോൾ സിമ്പിളെന്ന് തോന്നിപ്പിക്കാമെങ്കിലും ഉള്ളിൽ പല കൺഫ്യൂഷൻസുകളൊക്കെ ഒളിപ്പിച്ച് വെച്ച ചോദ്യങ്ങളാണ് പലതും വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ജസ്റ്റ് നമുക്കിങ്ങനെ ധാരണ ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ചോദ്യങ്ങളല്ല. അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഈ ട്രാൻസ്ലേഷൻ മേഖലയിലൊക്കെ പരിചയപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന, അതിന് കൂടുതൽ പരിചയപ്പെട്ട ആളുകൾക്ക് മാത്രം വ്യക്തമാകുന്ന ചില സാധനങ്ങളാണ് കോംപ്രഹെൻഷനിലൊക്കെ ഉൾപ്പെടുത്തുക. കോംപ്രഹെൻഷനിലൊക്കെ പണ്ടൊക്കെ നമ്മൾ ചെയ്യാനുള്ള ഈ വാക്കവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ അതാണ് ഉത്തരം പറഞ്ഞിട്ട് ടിക്ക് ചെയ്യണ ആണ് അധിക പേരുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് മൊത്തം വായിച്ച് മനസ്സിലായാൽ മാത്രം കിട്ടുന്ന രീതിയിലേക്ക് മാറുന്ന ചോദ്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മൊത്തം വരുന്ന 1-2 ചോദ്യങ്ങളൊക്കെ എന്തായാലും കോംപ്രഹെൻഷനിൽ ഇപ്പോൾ വരാറുണ്ട്. ഡയറക്റ്റ് ഒറ്റടിക്ക് അർത്ഥം മനസ്സിലാവാത്ത ആളുകൾക്ക് കിട്ടാവുന്ന ഉത്തരങ്ങൾ 1-2 ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലെയും കോംപ്രഹെൻഷൻ ലെവലിലെയും ട്രാൻസ്ലേഷൻ കഴിവിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ വളരെ കൂടുതലായിട്ട് 20-ലേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 10ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്, ലാംഗ്വേജ് ചെക്ക് ചെയ്യാൻ മാത്രമുള്ള ഏകദേശം 20-25 ചോദ്യങ്ങൾ കഴിഞ്ഞ തവണ LPS ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ബാക്കിയുള്ള PYQs കൂടി അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ചോദ്യമുള്ളത് നുസ്ഹത്തുൽ ഖവാത്തിർ, ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ബാക്കി ചോദ്യമാണ്. നുസ്ഹത്തുൽ ഖവാത്തിർ നേരത്തെ പറഞ്ഞു അല്ലേ, അബ്ദുൽ അയ്യുൽ ഹസനിയുടെ ഏറ്റവും മാസ്റ്റർ പീസായ, ഇബ്നു ഖല്ലിഖാൽ ഹിന്ദായ അബ്ദുൽ അയ്യുൽ ഹസനിയുടെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് നുസ്ഹത്തുൽ ഖവാത്തിർ. ചോദ്യം ഇതാണ്, നുസ്ഹത്തുൽ ഖവാത്തിർ ഏത് ഫന്നിൽ വന്ന, ഏത് ഫീൽഡിലുള്ള വർക്കാണ് എന്നുള്ളതാണ്. താരിഖുൽ അലാം, ആളുകളെ കുറിച്ചുള്ള ഹിസ്റ്ററി, താരിഖുൽ ഇസ്ലാം, താരിഖുൽ നഖദ്, താരിഖുൽ അൻസാബ്. അതിൽ താരിഖുൽ അലാമാണ്, കാരണം അതിൻ്റെ പൂർണ്ണമായ പേരെന്നെ അങ്ങനെയാണ്, നുസ്ഹത്തുൽ ഖവാത്തിർ വ ബഹ്ജത്തുൽ മസാമി വ നവാദിർ എന്നാണ്. അതിന് വേറൊരു പേര് കൂടി ഉണ്ട്, അതിലും അലാം എന്നുള്ള പേരുണ്ട്. അപ്പോൾ അത് ഇന്ത്യയിൽ പ്രശസ്തരായ മുസ്ലിങ്ങളുടെ ബയോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബൃഹത്തായ ഗ്രന്ഥമാണ്. എന്ന് വെച്ചാൽ ഇതിന് 8 വാള്യമുണ്ട്. 8 വാള്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല 4500 ആളുകളെ, 4500 ഇന്ത്യൻ സ്കോളേഴ്സിൻ്റെ ഹിസ്റ്ററികൾ ചർച്ച ചെയ്യുന്ന 8 വാള്യങ്ങളുള്ള ബൃഹത്തായ ഗ്രന്ഥമാണ്. ഇതിൻ്റെ 7 വാള്യം പൂർത്തിയാക്കിയത് അബ്ദുൽ അയ്യുൽ ഹസനി തന്നെയാണ്. 8ാമത്തെ വാള്യം പൂർത്തിയാക്കിയത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അബു ഹസൻ അലി ഹസൻ നദവിയാണ്. അറബിയിൽ ഇതിൻ്റെ സോഴ്സുകളുണ്ട്. അറബി, ഉറുദു, പേർഷ്യൻ, ഈ 3 പേരാണ് ഇന്ത്യയിൽ അന്ന് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ അറബ് ഭാഷയിലും പേർഷ്യൻ ഭാഷയിലും ഉറുദു ഭാഷയിലും നടത്തിയ സ്കോളേഴ്സിൻ്റെ കാര്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ഈ ഗ്രന്ഥം അറബിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ചർച്ചയിൽ താരിഖുൽ അലാമാണ്, പ്രശസ്തരായ ആളുകളുടെ ചരിത്രമാണ്. വൽ ഉലമായി വൽ ഉദബായി വൽ ഫുഖായി വൽ മുഹദ്ദിസീൻ വൽ ഖാദ, ഇവരെ കുറിച്ചൊക്കെയുള്ള ചർച്ചയാണ്. അതും 1-ാം നൂറ്റാണ്ട് മുതൽ, ഹിജ്റ 1-ാം നൂറ്റാണ്ട് മുതൽ ഹിജ്റ 14-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലുള്ള 4500 ആളുകളെ കുറിച്ചുള്ള ചർച്ചയാണ് നുസ്ഹത്തുൽ ഖവാത്തിറിൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ അടുത്ത കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ കേരള ഹിസ്റ്ററിൻ്റെ പ്രത്യേകത എന്നും ആവർത്തനം കേട്ടോ. അപ്പോൾ കൂടുതൽ നമുക്ക് ഒരു ചെറിയൊരു ബേസിക് കോൺസെപ്റ്റുകൾ ഉണ്ടാക്കിയാൽ നമുക്ക് ഏറെക്കുറെ 8-7 ചോദ്യങ്ങൾ നമുക്ക് സിമ്പിളായി ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായ സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഈ മറ്റ് ലിറ്ററേച്ചറൊക്കെ വളരെ വൈഡാണ്. കേരള ലിറ്ററേച്ചർ വളരെ സിമ്പിളാണ്. കേരള ലിറ്ററേച്ചർ മസ്റ്റായിട്ട് നിങ്ങൾ എന്താണ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോകണം. കാരണം 8-7 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല കൂടിയാണ്. ആ മുഹിയുദ്ദീൻ ആലുവായിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത് എവിടെ നിന്നാണ്? മുഹിയുദ്ദീൻ ആലുവായി അസ്സറിയാണല്ലേ, ജാമിയത്തുൽ അസ്സറിൽ നിന്ന് അദ്ദേഹം വന്നു. ഇവിടെ കുല്ലിയത്തു അസ്സറൊക്കെ ഉണ്ടാക്കി ആലുവയിൽ, അതാണ് ജാമിയത്തു അസ്സർ. ആലുവായുടെ ഗ്രന്ഥമാണ്. ചെമ്മീൻ അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളാണ്. 1971 അദ്ദേഹത്തിന് ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജാമിയത്തുൽ അസ്ഹറിൽ നിന്ന് അദ്ദേഹം സനദ് കരസ്ഥമാക്കുന്നത്. അദ്ദേഹത്തിന്റെ PhD വിഷയം ഇതാണ്, അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ ഫി ഷിബുൽ ഖാറത്തുൽ ഇന്ത്യ. ഈ ഒരു പേരിൽ ഒരു പുസ്തകം കൂടിയുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഇദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു. പിന്നെ ഇവിടെ കേരളത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ജാമിയത്തു കുല്ലിയത്തു അസ്ഹറുൽ ഉലൂം
കുല്ലിയത്തു അസർ ഉലൂം എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അസറിലാണ് അദ്ദേഹം പഠിപ്പിച്ചതൊക്കെ. പിന്നെ അബു ഹസൻ അലി ഹസൻ നദ്വി, ഈ ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കാറില്ല. ഇത് ചോദിക്കാനുള്ള വേറെ പ്രത്യേക ഒരു കാരണമുണ്ട്. കാരണം ഇതൊരു രസകരമായ പോയിന്റാണ്. അബു ഹസൻ അലി ഹസൻ നദ്വി മരണപ്പെട്ടത് 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലാണ്. 20-ാം നൂറ്റാണ്ട് അവസാനിച്ചത് അബു ഹസൻ അലി ഹസൻ നദ്വിയുടെ മരണത്തോടു കൂടെയാണ്. ആ ഒരു ഇതുണ്ടായതുകൊണ്ടാണ് ഈ ഡേറ്റ് ഒക്കെ ചോദിക്കുന്നത്. അല്ലാതെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വരാറില്ല. അങ്ങനെ ആരും പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യണ്ട, കാലങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ മതി. മുമ്പ് അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു, ആ രീതികളൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ടുള്ള ഫോക്കസിങ്ങുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ LPS അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ ഇദ്ദേഹം മരിച്ചത് എന്നാണ്? അദ്ദേഹം മരിച്ചത് ഞാൻ പറഞ്ഞില്ല, 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നിട്ടില്ല. 2021-ാം നൂറ്റാണ്ടിലാണ്. 1999 ഡിസംബർ 31 നോക്കൂ, 1999 ഡിസംബർ 31 ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി ഇതിനുണ്ടായതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്, അല്ലാതെ ഡേറ്റ് ഓഫ് ബർത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് ചോദിച്ചതല്ല. ഇദ്ദേഹത്തിൻ്റെ പേര് അലീമിയ എന്നാണ്. അലീമിയ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ലഖബ് അറിയപ്പെടുക. ഇദ്ദേഹം റാബിതത്തുൽ ആലമിൽ അദബുൽ ഇസ്ലാമിയ ആലമിയ, ഇന്ത്യയിലതല്ല, ആലമിയയിലുള്ള റാബിതത്തുൽ അദബുൽ ഇസ്ലാമിയയുടെ മോസിസാണ്. വേൾഡ് ലെവലിൽ ഇത്തരം ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ഇന്റർനാഷണൽ ലെവലിലുള്ള അറബ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. മജ്മുൽ ഇസ്ലാമിൽ എൽമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു മജ്മു അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ലക്നൌവില്. പിന്നെ മാതാ ഖസ്റുൽ മിന്നാത്തുൽ മുസ്ലിമീനും റിജാൽ ഫിക്രി വദ്ദഅവയുമാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും മാസ്റ്റർ പീസായ വർക്ക്. ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് 2 നമുക്ക് ഒതുക്കാൻ പറ്റൂല. 200-ലേറെ കൃതികളുണ്ട്. അതിൽ ഒരു 20-ലേറെ വളരെ ഫേമസ് ആയ വർക്കുകളാണ്. അതിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കേണ്ട 2 വർക്കുകളാണ് ഇവിടെ പറഞ്ഞത്. മാതാ ഖസ്റുൽ മിന്നാത്തുൽ മുസ്ലിമീനും റിജാൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം ഒക്കെ. പിന്നെ ഒരു ചോദ്യം കൂടി ഉള്ളത്, ലൈസ മിൻ ഖസായിസിൽ ലുഗത്തിൽ അറബിയ്യ, ലുഗത്തുൽ അറബിയുടെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ലുഗത്തുൽ അറബിയയുടെ സ്പെഷ്യാലിറ്റിയുടെ ഗണത്തിൽ പെടുത്താവുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് മാത്രം അതിൽ പെടുത്തുന്നില്ല. ഒന്ന് അംസാൽ എന്നുള്ളത് അറബി ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. ജാഹിലിയ കാലം മുതലേ നിലനിന്നു പോരുന്ന ഒരു സാധനമാണ് മിസാലുകൾ, അംസാലുകളൊക്കെ, പ്രൊവർബുകളൊക്കെ. പിന്നെ ലുഗത്തുൽ ഹദീസ, മോഡേൺ ലാംഗ്വേജ് ആണ് അറബി. ആണോ? മോഡേൺ ലാംഗ്വേജ് അല്ലല്ലേ, അറബി വന്നിട്ട് കുറേ കാലമായി. സെമറ്റിക് ലാംഗ്വേജ് ആണ്, ലുഗത്തുൻ കദീമയാണ്, മോഡേൺ ലാംഗ്വേജ് അല്ല. പിന്നെ ലുഗത്തുൽ ഖുർആനാണ്, അത് വളരെ സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ അൽ ഇസ്തിഖാഖാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആണ്. ഇംഗ്ലീഷ് ഭാഷയിലും മലയാള ഭാഷയിലും ഒന്നും ഇല്ലാത്തതിനേക്കാൾ അപ്പുറത്ത് ഒരു വാക്കിൽ നിന്ന് ഒരുപാട് പദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു മാദിയ പദങ്ങൾ കിട്ടിയാൽ തന്നെ തൂത്തി എന്നൊക്കെ ചേർത്തിട്ട് 14 വസീകകൾ ഉണ്ടാക്കാം. ഒരു നസർ കിട്ടിയാൽ അതിൽ നിന്ന് അതിൻ്റെ മുലാരി, ഇസ്മു ഫായിൽ, ഇസ്മു മഫൂല്, പിന്നെ അതിൻ്റെ മസ്ദർ, അതിൻ്റെ ഇസ്മു ആലത്ത്, ലർഫ്, ജമാന്, മക്കാന്, പിന്നെ അഫ്ദൽ തഫ്തിൽ, അതിൻ്റെ തസ്നിയ, ജമ്മു എന്നൊക്കെ പറഞ്ഞിട്ട് 31ഓളം സീഗയിലേക്ക് മാറ്റാം. അപ്പം അങ്ങനെ ഒരു പദത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പലതും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്പെഷ്യാലിറ്റി, ആ ഒരു സ്പെഷ്യാലിറ്റി അറബി ഭാഷയുടെ സ്പെഷ്യാലിറ്റിയാണ്. സോ ഇത് 3 ഖസായിസുകൾ പെട്ടതായതുകൊണ്ട് ലുഗത്തുൻ ഹദീസയാണ് ഇവിടെ ഓപ്ഷൻ അല്ലാത്തത്. ഓക്കെ, ലുഗത്തുൻ ഹദീസ. മോഡേൺ ലാംഗ്വേജിൻ്റെ അർത്ഥം മോഡേൺ കാലത്തിലുള്ള ലാംഗ്വേജ് എന്നല്ല, അതിൻ്റെ സ്ഥാപിതം മോഡേൺ കാലത്താണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, മോഡേൺ കാലത്ത് ഉണ്ട്, അതൊക്കെയാണ്. മോഡേൺ കാലത്ത് ഉണ്ടെന്ന് മാത്രമല്ല, UN-ന്റെ 6 ലാംഗ്വേജിൽപ്പെട്ട, ഇന്റർനാഷണൽ ലാംഗ്വേജിൽപ്പെട്ട ഒരു ലാംഗ്വേജ് കൂടിയാണ് അറബ് ലാംഗ്വേജ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിൽ 4ാം സ്ഥാനത്ത് കൂടി അറബി ഭാഷയൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്തത് ഇനിയാണ് കുറച്ച് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ശരിക്കും ശ്രദ്ധിക്കണം, ചില പോയിന്റുകൾ കൊണ്ടാണ് ഇവിടെ മാറുന്നത്. ഇഖ്തർ അസഹ തർജുമ, ഇവിടെ തർജുമ കൊടുത്തിട്ടില്ലേ? ഇതാണ് വാക്ക് കേട്ടോ. ഇവിടെ ഇംഗ്ലീഷ് കൊടുത്തിട്ടില്ല. ഇംഗ്ലീഷ് ശരിക്കും ഇതായിരുന്നു. ഇവിടെ വിശദീകരിക്കാം. വി ആൾസോ റിക്വസ്റ്റ് യു ടു അക്നോളജ് റെസിപ്റ്റ് ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തത്. വി ആൾസോ റിക്വസ്റ്റ് യു ടു അക്നോളജ് റെസിപ്റ്റ് ഓഫ് ദി ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെ ശരിക്ക് തർജുമ എന്താണെന്നാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ നത്ലുബ് മിൻഹു, ഇവിടെ നോക്കുക, നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്? വി റിക്വസ്റ്റ് യു എന്നാണ് അല്ല, ഇവിടെ നത്ലുബു മിൻഹു, മിൻഹു എന്നുള്ള ആ പ്രയോഗം കൊണ്ട് നത്ലുബു മിൻഹു, ഇവിടെ ശരിക്കും റിക്വസ്റ്റ് യു എന്നാണ്. ആ മിൻഹു എന്ന് പറഞ്ഞുകൊണ്ട് ഹിം എന്നായി മാറി. അപ്പോൾ ഇത് തെറ്റാണ് നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ മിൻഹു എന്നുള്ള അവിടെ നിന്നാണ് പോയിന്റിന് പോയത്. പിന്നെ കമാൻ അത്ലുബു എന്നുണ്ട്. കമാൻ അത്ലുബു വി ആൾസോ ആണ്. വി ആൾസോ റിക്വസ്റ്റ് യു. അൽ ഇഖ്റാറ ബിൽ ഹവാലത്തിൽ ബൻഗിയ,
ശരിക്കും ഇവിടെ ഹവാലത്തിൽ ബങ്കിയ എന്ന് മാത്രമല്ല റെസിപ്റ്റ് ഉണ്ട്, റെസിപ്റ്റ്. ആ റെസിപ്റ്റിന്റെ വാക്ക് ഇവിടെ കൊടുത്തില്ല. അപ്പോൾ ഒരു വാക്ക് മാത്രം മിസ്സായത് കൊണ്ടാണ് ഇത് തെറ്റായി പോയത്. ഇതാണ് ശരിക്കും അതിന്റെ ആൻസർ. കമാൻ അത്തലു മിൻകൽ ഇഖ്റാറ ബിസ് ഇസ്ലാമിൽ ഹവാലത്തിൽ ബങ്കിയ. പിന്നെ ഇവിടെ ബിസ് ഇസ്ലാമിൽ ഹവാലത്തിൽ ബങ്കിയ നത്തലു മിൻകൽ ഇഖ്റാർ എന്നുള്ളത് സ്ട്രക്ചറൽ മാറ്റങ്ങളുണ്ട്. മാത്രമല്ല ഇവിടെ ഈ കമ എന്നുള്ള ആൾസോ എന്നുള്ള ആ ഒരു സാധനം മിസ്സായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ 4 വാക്കിന്റെ ട്രാൻസ്ലേഷൻ ഇവിടെ കൊടുക്കാം. നത്തലു മിൻഹു എന്ന് പറയുമ്പോൾ അവിടെ ഹിംനാവും, അതുകൊണ്ടാണ് ഇത് തെറ്റായി മാറിയത്. പിന്നെ കമാൻ അത്തലു മിൻകൽ ഇഖ്റാർ ബിൽ ഹവാലത്തിൽ ബങ്കിയ എന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടെ റെസിപ്റ്റ് ഇസ്തിസ്ലാം എന്നുള്ള ആ ഒരു റെസിപ്റ്റിന്റെ വാക്ക് ഇവിടെ വന്നിട്ടില്ല. ഇതാണ് ശരിക്ക് ഈ അവിടെ കൊടുത്ത വാക്ക് ഇതാണ്. വി ആൾസോ റിക്വസ്റ്റ് യു ടു അക്നോളജ് റെസിപ്റ്റ് ഓഫ് ദ ബാങ്ക് ഡ്രാഫ്റ്റ്. ബാങ്ക് ഡ്രാഫ്റ്റിന്റെ അറബിയാണ് ഹവാലത്തുൽ ബങ്കിയ. ബങ്കിയ ബാങ്ക് ഡ്രാഫ്റ്റ് ഹവാല ഇസ്തിസ്ലാം റെസിപ്റ്റ് ഇഖ്റാർ അക്നോളജ് കമ ആൾസോ നത്ലുബ് വി റിക്വസ്റ്റ് മിൻക ടു യു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതാണ് അവിടെ കൊടുത്ത വാക്ക്. അപ്പൊ ഇതിന്റെ ശരിയായ തർജ്ജമ ഇതാണ്. ബാക്കിയുള്ളതിലൊക്കെ ചെറിയ സ്ട്രക്ചറൽ മാറ്റങ്ങളോ ചെറിയ മിസ്സിങ്ങുകളോ മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തൊരു ചോദ്യം ഇതാണ്. വസീല അസാസിയ ലി മാരിഫത്തി മുദ തഹക്കുക്കി തഹക്കുക്കിൽ ഹദാഫിൽ മർഗൂബ. അൽ ഹദാഫുൽ മർഗൂബ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ മർഗൂബ പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഒരു സാധനം ഉണ്ടാക്കുന്നതിൻ്റെ എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടാകും, ഒരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാകും. ആ ഒബ്ജക്റ്റിവിറ്റി സാക്ഷാത്കൃതമായിട്ടുണ്ടോ, എത്രമാത്രം അതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രമാത്രം അത് വിജയിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് ഒബ്ജക്റ്റീവിൻ്റെ അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കമ്മിനൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ടൂൾ ഏതാണ്? ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ടൂൾ. അതിൻ്റെ ആ ലക്ഷ്യം അഹദാഫ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്നാണ് ചോദ്യം ഉള്ളത്. ഇവിടെ തഖീമുണ്ട്. തഖീം എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ആണല്ലേ. ഇവാലുവേഷൻ നടത്തുമ്പോഴാണ് ശരിക്കും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാവുക. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ഉത്തരം കിട്ടൽ ഇവാലുവേഷൻ നടത്തുമ്പോഴാണ് അല്ലേ. അപ്പം അതിലൂടെയാണ് ശരിക്കും ഈ ലക്ഷ്യം സാക്ഷാത്കൃതമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തഖ്തീത്ത് പ്ലാനിങ് ആണ് അല്ലേ. അപ്പോൾ പ്ലാനിങ് നടത്തുമ്പോൾ ശരിക്കും നമുക്ക് അത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുന്ന സാധനമല്ല പ്ലാനിങ്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുമ്പേ നടത്തേണ്ട സാധനമാണല്ലോ പ്ലാനിങ്. അപ്പോൾ തഖ്തീത്ത് നിൽക്കും ഇതിൻ്റെ ഭാഗമല്ല. മുനാഖഷയും അതേപോലെ വാജിബാത്തുൽ മൻസിലയും ടൂളുകളാണ്. മുനാഖഷ ഡിബേറ്റുകൾ, ഡിസ്കഷനൊക്കെയാണ്. അപ്പോൾ അത് ആ ഒരു ലക്ഷ്യം സാക്ഷാത്കൃതമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ടൂളുകളാണ്. അപ്പം അത് വഴിയാണ് സാക്ഷാത്കൃതമാവുക. അതേപോലെ അൽ വാജിബാത്തുൽ മൻസിലിയാണ് ഹോംവർക്കുകളൊക്കെ, അതൊക്കെ ടൂളുകളാണ്. അത് വഴിയാണ് ലക്ഷ്യം സാക്ഷാത്കൃതമാവുക. അതായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യൽ ഇവാലുവേഷൻ വേണം. സോ ഇവിടെ കറക്റ്റ് ആൻസർ അത്തഖീം എന്നുള്ള ആൻസറാണ് ഇവാലുവേഷൻ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. അടുത്തൊരു ചോദ്യം ഉള്ളത്, ഐ വുഡ് ബി ഹൈലി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ് ഹെൽപ്പ് മീ. നിനക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആകും എന്നുള്ള ഒരു വാക്ക് കൊടുത്തിട്ട് ഇംഗ്ലീഷ്. അതിൻ്റെ ശരിയായ തർജ്ജമ ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ഐ വുഡ് ബി എന്നാണ്, ഞാനാകും. അപ്പോൾ തന്നെ ഇത് പോയി നക്കൂനു എന്നാണ് പറഞ്ഞത് ഇവിടെ അല്ലേ. നക്കൂനു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫസ്റ്റ് തെറ്റാൻ മനസ്സിലായി. ഇവിടെ ഹൈലി ഗ്രേറ്റ്ഫുൾ, ഹൈലി. അപ്പോൾ ഹൈലി എന്നുള്ള വാക്ക് നക്കൂന് മുംതിൻ എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അക്കൂന് മുംതിൻ ഗോയാണ് ഹൈലി. അക്കൂന് മുംതിൻ ഗോയ ഐ വിൽ ബി ഹൈലി ഗ്രേറ്റ്ഫുൾ. ഇവിടെ സാക്കൂന് ഷാക്കിറൻ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ എന്ന് മാത്രമേ ഉള്ളൂ. ഗോയ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. സോ ഇതും ഇല്ല എന്ന് മനസ്സിലായി. ഇവിടെ സാക്കൂന് മുംതിൻ ഗോയ. അപ്പം ഇതുവരെ ഇത് രണ്ടും ഓക്കെയാണ്. പിന്നെ ഇഫ് യു കുഡ് ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ. ഇതാ കുൻത ഫി മുസാദത്തി എന്ന് ഇവിടെ കൊടുത്തത്. ഇതാ കുൻത ഫി മുസാദത്തി എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നെ സഹായിക്കും, നീ എന്നെ സഹായിക്കുമെങ്കിൽ എന്നർത്ഥമുള്ളൂ. ഇതാ കുൻത ഫി മുസാദത്തി, ഇഫ് യു ഹെൽപ്പ് മീ എന്നർത്ഥം. ഇഫ് യു ഹെൽപ്പ് മീ. ഇപ്പം ഇവിടെ ജസ്റ്റ് ഒരു ഈ കുഡിൻ്റെ ആശയം ഇവിടെ ഇല്ലാത്തത് കാരണമായിട്ടാണ് തെറ്റായി പോയത്. ശരിക്കും ഇതാ കുൻത തസ്തത്തി മുസാദത്തി ഇഫ് യു കുഡ് ഹെൽപ്പ് മീ. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഹൈലി അതും നോക്കണം. പിന്നെ ഇവിടെ ഈ കുഡ് എന്ന് പറഞ്ഞ ആ ഒരു ആശയത്തെ തോന്നിപ്പിക്കുന്ന ട്രാൻസ്ലേഷൻ ഇല്ലാത്തത് കാരണമായിട്ടാണ് ഇവിടെ ബി തെറ്റായി പോയത്. സോ ഇവിടെ ഡി ആണ് കറക്റ്റായ ആൻസർ. ഓക്കെ, സാക്കൂൻ മുംതിൻ ഗോയ ഇദാ കുൻത തസ്തതിഉ മുസാഅദതി. ഓക്കെ, അടുത്തത് ടീച്ചിങ് പെഡഗോജി എന്നുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒരു 10ഓളം ചോദ്യങ്ങൾ ടീച്ചിങ് പെഡഗോജി എന്നാണ് വന്നിട്ടുള്ളത്. അത്വരീഖത്തുൽ മുബാശറ ഫിൽ ലുഗ, ലാംഗ്വേജിൽ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ
കൂടുതൽ ഗ്രാമറ്റിക്കൽ കോംപ്ലിക്കേഷൻസ് ഒന്നും കൊടുക്കാതെ ലിസണിങ് ആൻഡ് സ്പീക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടീച്ചർ ക്ലാസ്സിൽ നടത്തുന്ന കമ്മ്യൂണിക്കേറ്റീവ് പ്രോസസ്സിനാണ് ഡയറക്റ്റായിട്ട് കുട്ടിയോട് സംസാരിക്കുകയും അത് കേൾപ്പിക്കുകയും ചെയ്യുന്ന രീതിക്കാണ് എന്ത് പറയാം, ത്വരീഖത്തുൽ മുബാശറ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ആ ത്വരീഖത്തുൽ മുബാശറയുടെ ആശയം നമുക്ക് അറിയുമെങ്കിൽ അർത്ഥം കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമുക്ക് അറബിയുടെ ആശയം മനസ്സിലാവാം എന്നുള്ളത് പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ത്വരീഖത്തുൽ മുബാശറ എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് അല്ലെ, ഭാഷ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഓറിയൻറ്റഡ് ആയ ക്ലാസ്സിൽ ഡയറക്റ്റായിട്ട് അധ്യാപകൻ കുട്ടികളുമായി നടത്തുന്ന സംവേദനമായ രീതിയാണ് ത്വരീഖത്തുൽ മുബാശറ. സോ ഇവിടെ തഹ്തം ബിൽ ഖവായിദ് നഹ്വിയ എന്നുണ്ട്. നഹ്വി ഗ്രാമറുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് ത്വരീഖത്തുൽ മുബാശറയുടെ ഭാഗമല്ല. പിന്നെ ത്വരീഖത്തു തഅല്ലുമി മിൻ അൽസാഇ സൂറ ഇൽ അൽസാഇൽ കുബ്ര, ചെറിയ പോർഷനുകളിൽ നിന്ന് വലിയ പോർഷനുകളാക്കി മാറ്റുന്ന മെത്തേഡ് അല്ലേ, അത് ശരിക്കും നമ്മൾ ഇൻഡക്റ്റീവ് ഒക്കെയാണ് അല്ലേ. അത് ഈ ഭാഷയുടെ മാത്രമായ അല്ലെങ്കിൽ ഭാഷയുടെ സ്പെഷ്യാലിറ്റി അല്ല, അത് പൊതുവേ ഈ ഗ്രാമറൊക്കെ പഠിപ്പിക്കുന്ന രീതി പൊതുവെയുള്ള ടീച്ചിങ്ങിൻ്റെ ഒരു ടൂളിൻ്റെ രീതി പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അടുത്തത് പറഞ്ഞത് ത്വരീഖത്തുൻ തഹ്തമു ബി കൈഫിയ്യത്തി തവാസുലി ബിൽ ലുഗത്തിൽ ഹദ്ഫി, ഏത് ഭാഷയാണോ ഉദ്ദേശിക്കുന്നത് ആ ഭാഷയുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ത്വരീഖത്തുൽ മുബാശറ. പിന്നെ ഇവിടെ പറഞ്ഞത് ത്വരീഖത്തുൻ തർബുത്തു തഅലീം ബിൽ ഹയാത്തി ഖാരിജൽ മദ്രസത്തി, സ്കൂളിന് പുറത്ത് ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു തുടങ്ങിയ പഠനങ്ങളുടെ രീതി ആ രീതിക്കല്ല. അത് നല്ല രീതിയാണ്, പക്ഷേ ആ ത്വരീഖത്തുൽ മുബാശറ എന്ന് പറയുന്ന ആ രീതിയുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് ഇവിടെ കറക്റ്റായ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് വേറെ ഡയറക്റ്റ് തർജുമയുടെ ചോദ്യമാണ്. അൽ മുഅശ്ശറാത്തുൽ ഇഖ്തിസാദിയ്യ, എക്കണോമിക്കൽ മുഅശ്ശർ ഇൻഡിക്കേറ്റർ ആണ്. ശരിക്കും പത്രങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്, നമ്മൾ സൂചിക എന്നൊക്കെ പറയില്ല, അതിനാണ് മുഅശ്ശർ എന്ന് പറയാം, ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇവിടെ ശരിക്കും എക്കണോമിക്കൽ ഇൻഡിക്കേഷൻസ് എന്നുള്ളതാണ്. മുഅശ്ശറാത്തുൽ ഇഖ്തിസാദിയാണ് ശരിയായ ആൻസർ. ഇവിടെ ട്രീറ്റി ഓഫ് എക്കണോമിക്സ് അല്ലേ. പിന്നെ ഈ വാക്കിൽ തന്നെ ഉണ്ട് അൽ മുഅശ്ശറാത്തുൽ ഇഖ്തിസാദിയ്യ, എക്കണോമിക് ഡാഷ് ആവും. അപ്പോൾ തന്നെ എക്കണോമിക് എന്നുള്ള സാധനം ആദ്യം വരും എന്നുള്ളൊരു ബേസിക് ലാംഗ്വേജിൻ്റെ സ്കില്ലുള്ള ആൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടാമത് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പായി ബോധ്യപ്പെടും. പിന്നെ നമുക്ക് ഇൻഡിക്കേഷൻ ഈ മുഅശ്ശറാത്തിൻ്റെ അർത്ഥം അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ടിടത്ത് മാത്രമേ കൺഫ്യൂഷൻ ആവുള്ളൂ. എക്കണോമിക്കൽ ഇൻഡിക്കേഷൻസ് എന്നാണോ എക്കണോമിക്കൽ സാങ്ഷൻസ് എന്നാണോ എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടാവുള്ളൂ. ശരിക്കും അൽ മുഅശ്ശറാത്ത് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേഷൻസ് എന്നാണ്. മുഅശ്ശിർ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ, മുഅശ്ശറാത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇതൊരു സിമ്പിൾസ് ആണ്. അദക്കാൽ ഇസ്തിനായി, അദക്കാൽ ഇസ്തിനാ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതൊക്കെ ശരിക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. അദക്കാൽ ഇസ്തിനായി. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഒരുപാട് വാക്കുകളുടെ ട്രാൻസ്ലേഷൻസ് പലപ്പോഴായിട്ട് വരാറുണ്ട് അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അറബിയാണ് അദക്കാൽ ഇസ്തിനാ. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അടുത്ത തവണ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് 5 ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ജമ്മുകളൊക്കെ ഈ തവണ ജമ്മു വന്നിട്ടില്ല, സാധാരണ ജമ്മൊക്കെ വരാറുണ്ട്. ആ ജമ്മൊക്കെ വരാറുള്ളത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് സിമ്പിളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കേരള ലിറ്ററേച്ചർ എന്ന് പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഒന്ന് ഓടിച്ച് വിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗമൊക്കെയാണ് ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് അനലൈസിങ് എന്നൊക്കെ പറഞ്ഞാൽ. എല്ലാം വരില്ല. സ്കൂളിൽ അതിൽ പറഞ്ഞ ചില കവിതകൾ, ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ, ജമ്മുകൾ, അർത്ഥങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം അടുത്ത തവണ ഇനി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ. പിന്നെ അടുത്ത തഹദ്ദുസ്, സ്പീക്കിംഗ്, ടീച്ചിങ് പെഡഗോജിയിലുള്ള ചോദ്യമാണ്. തഹദ്ദുസ്, സ്പീക്കിംഗ് എന്താണ്, സ്പീക്കിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചത്. സ്പീക്കിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നല്ല, തഹദ്ദുസ് എന്താണ്. ഹിയൽ മസ്ദറു സ്ഥാനി ബാദൽ ഇസ്തിമാ, അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ സ്പീക്കിംഗ് എന്താണെന്നതിൻ്റെ നിർവചനമല്ല. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ്. LSRWയിൽ ലിസണിങ്ങിൻ്റെ ശേഷം വരുന്നത് സ്പീക്കിംഗ് ആണ്. ഇസ്തിമാൻ്റെ ശേഷം വരുന്ന രണ്ടാമത്തതാണ് സ്പീക്കിംഗ്. അത് ഓക്കെയാണ്. പക്ഷേ തഹദ്ദുസ് എന്നതിൻ്റെ ഡെഫിനിഷൻ അല്ല. ഹിയൽ വസീല അൽ കിതാബ, എഴുതാനുള്ള മെത്തഡാണ്, സ്പീക്കിംഗ് അല്ല. ഹിയൽ വസീലത്തുൽ ഊല അല്ലദി ഇസ്തഖ്ദമഹൽ ഇൻസാനു ലിനഖലി മാ ലദൈഹി മിൻ അഫ്കാർ, മനുഷ്യൻ്റെ ചിന്തകൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ടൂളുകളിൽപ്പെട്ട ഒരു ടൂളാണ് തഹദ്ദുസ്. സോ ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ, സി ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഡിഡ് യു ഗോ ടു യൂണിവേഴ്സിറ്റി യെസ്റ്റർഡേ, ഡിഡ് യു ഗോ, നീ പോയിട്ടുണ്ടായിരുന്നു. ഡിഡ് യു പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഡിഡ് അല്ലേ. നമ്മൾ പലപ്പോഴും അങ്ങനെ ആലോചിക്കൂല, ഡിഡ് യു ഗോ ടു സ്കൂൾ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ നേരെ അറബിയായിട്ട് ഹൽ തദ്ഹബു ഇലൽ ജാമിഅ അംസി അല്ലേ. അങ്ങനെ ശരിയാവോ? ഹൽ തദ്ഹബു ഇവിടെ മുളാരിയ പദം എങ്ങനെയാണ് അംസി എന്നുള്ള മാലിൻ്റെ കൂടെ വരിക അല്ലേ. ഇവിടെ ഡിഡ് നീ പോയിട്ടുണ്ടായിരുന്നോ എന്നാണ്. ശരിക്കും അവിടെ മാലിയായ പദമാണ് വരിക. ഇവിടെ ഹൽ തദ്ഹബു എന്നാണ് ഉപയോഗിച്ചത്, ഇവിടെയും തദ്ഹബു എന്നാണ്, ഇവിടെ ദഹബ്ത എന്നാണ്. ഓക്കെ, പക്ഷെ ഇവിടെ സെൻറ്റൻസ് സ്ട്രക്ചറൽ മിസ്റ്റേക്ക് ഉണ്ട്.
അല്ലേ? ആദ്യം ഫെയിൽ വരണം, പിന്നെയാണ് അതിൻ്റെ മഫൂലൊക്കെ വരേണ്ടത്. ഇവിടെ ഹൽ ദഹബ്ത ഇലൽ ജാമിയത്തി അംസി, നീ ഇന്നലെ ജാമ്യയിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ എന്നുള്ളതിന് കറക്റ്റ് സെൻസ് ഹൽ ദഹബ്ത, ഹൽ ദഹബ്ത. ഓക്കെ അല്ലേ? ഹൽ ദഹബ്ത ഇലൽ ജാമിയത്തി അംസി, അതാണ് കറക്റ്റ് ആൻസർ. അതേപോലെ ഇവിടെയും ചെറിയൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചിലപ്പോൾ ഈ കേൾക്കുന്നത് ഇങ്ങനെയാണ് അതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ അസ്ആറുൽ ഫവാക്കി ആലിയത്ത്, അസ്ആർ എന്നാണ്. അസ്ആർ എന്ന് പറഞ്ഞാൽ വിലകൾ അല്ലെ, വില, പ്രൈസസ്. ഫവാക്കിന്റെ അവിടെയും ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സിന്റെ പ്രൈസസുകൾ ആലിയത്താണ്, ഹൈ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഫ്രൂട്ട്സ് ആർ കോസ്റ്റ്ലി എന്നൊക്കെ യോജിക്കുന്നില്ല, ഫ്രൂട്ട്സ് ആർ റയർ എന്നുള്ളത് യോജിക്കുന്നില്ല. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഈ രണ്ട് ഘടകങ്ങളാണ്. പ്രൈസസ് ഓഫ് ഫ്രൂട്ട്സ് ആർ ഹൈ, കോസ്റ്റ് ഓഫ് ഫ്രൂട്ട് ഈസ് ഹൈ. നമ്മൾ കോസ്റ്റ് ഓഫ് ഫ്രൂട്ട് ഈസ് ഹൈയും പ്രൈസസ് ഓഫ് ഫ്രൂട്ട്സ് ആർ ഹൈ എന്ന് പറയുമ്പോഴും ശരി കേൾക്കാൻ സുഖം എന്താണ്? കോസ്റ്റ് ഓഫ് ഫ്രൂട്ട് ഈസ് ഹൈ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. പക്ഷേ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിലേക്ക് പല മിസ്സിങ്ങുകളുണ്ട്. ഇവിടെ ഫവാക്കിഹ് എന്നാണ്, ഫ്രൂട്ട്സ് എന്നാണ്, എന്നാണ് പ്രൈസസ് എന്നാണ്. പ്രൈസസ് ഓഫ് ഫ്രൂട്ട്സ് എന്നുള്ള ആ ഒരു സാധനം ഇവിടെ ജമ്മായതുകൊണ്ട് അതിൻ്റെ ആശയത്തിലും എന്തുണ്ടാവണം, ട്രാൻസ്ലേഷനിലും എന്തുണ്ടാവണം, ജമ്മ് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ ഡി തെറ്റാണ്, ബി ആണ് ഇവിടെ ശരിയായ ആൻസർ ഉള്ളത്. ഓക്കെ. പിന്നെ അടുത്തത് പെഡഗോജി മറ്റൊരു ചോദ്യമാണ്. ലൈസമിൻ അനാസിൽ ഹുത്ത സനവിയ, ഇയർ പ്ലാനിങ്. ഹുത്ത ഷെഹരിയ ഉണ്ട്, ഹുത്ത ഉസ്ബുഇ ഉണ്ട്, ഹുത്ത ഫസ്ലി ഉണ്ട്, സെമസ്റ്റർ പ്ലാനിങ് ഉണ്ട്. ഇത് ഹുത്ത സനവിയ. അപ്പം ഹുത്ത സനവിയുമായി ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അറിയണം നമുക്ക്, എങ്കിലേ ആശയം കിട്ടുള്ളൂ. ഒന്നാമത് പറഞ്ഞത് യുഹദ്ദിദുൽ മുഅല്ലിമു അസാലിബ തഖ്വീമിൽ ഷെഹരീൻ ബിമാ ഫിഹിമിൻ വാജിബാത്തിൻ മൻസിലിയ. ഇവിടുത്തെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഇവിടെ ഷെഹരി എന്ന് പറയാം, ഇവിടെ ഹുത്ത സനവിയാണ്, ഇയർ പ്ലാനിങ് ആണ്. ഇവിടെ ആ തഖ്വീമുൽ ഷെഹരി, ഒരു മാസത്തേക്കുള്ള ഇവാലുവേഷൻ്റെ അസാലിബുകളൊക്കെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അവിടെ ഷെഹർ എന്നുള്ള വാക്കുണ്ടായത് കൊണ്ട് തന്നെ തെറ്റാന്ന് ബോധ്യപ്പെട്ടു അല്ലേ? ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, ഉത്തരം കിട്ടി. ഓക്കെ, ഞാൻ അടുത്ത നോക്കാം. യുഹദ്ദിദുൽ മുഅല്ലിം വൽ ബുഅദ സമനി മിൻ അവലിൽ ആമി അത്താ നിഹായതിഹി. സ്റ്റാർട്ടിങ്ങിൻ്റെ, ഇയറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ആ കാര്യമാണ് അതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ശരിയാണ്, എൻഡിങ് വരെ, അപ്പോഴാണ് ഇയർ ആവുള്ളൂ. പിന്നെ അൽ വസായിൽ വൽ അൻഷിത്ത തഅലിമിയ, എഡ്യൂക്കേഷൻ ടൂളുകളും അതിൻ്റെ ആക്ടിവിറ്റീസുകളും ഒക്കെ എന്താവണം ക്ലാസ്സിൽ ഹിലാലസന, ത്രൂ ഔട്ട് ദ ഇയർ, ഒരു വർഷം മൊത്തം ഉപയോഗിക്കാൻ സാധ്യമാകുന്ന ആക്ടിവിറ്റീസുകളും മെത്തേഡുകളൊക്കെ അയാൾ പ്ലാൻ ചെയ്ത് വെക്കണം അല്ലേ? അതും ഇയർ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ യുഹദ്ദിദുൽ മുഅല്ലിം അൽ മൗളൂആത്ത് അല്ലത്തി സയതിമു തദ്രീസുഹാ ഖിലാല സനവാത്തി അല്ലേ? ആ വർഷത്തിനിടയിൽ പഠിപ്പിക്കാൻ വേണ്ട എല്ലാ ടോപ്പിക്കുകളെയും എന്താവണം പ്ലാൻ ചെയ്ത് വെക്കണം. അതും ഇതിൻ്റെ ഭാഗമാണ്. സോ ഇവിടെ ഷെഹരിൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ സനവിയയിൽ നിന്ന് ഇത് തെറ്റായി മാറിയത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്തത് തർജ്ജമ. ഞാൻ പറഞ്ഞില്ല, തർജ്ജമയിൽ നിന്ന് ഒരുപാട് മുമ്പ് ഇത്ര സാധാരണ കൂടുതൽ ഉണ്ടാവാറില്ല. വേർഡ് കൊടുത്തിട്ട് 2-3 വരാറുണ്ട് എന്നല്ലാതെ ഈ സെന്റൻസ് ഓറിയന്റഡ് ആയ കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ലേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഇത്തവണ വളരെ കൂടുതലാണ്. വി വേർ ആൾസോ പ്രസന്റ് ഹിയർ ആൻ അവർ എഗോ, 1 മണിക്കൂർ മുമ്പ് ഞങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. വി വേർ ഇന്നന പറയുമ്പോൾ ഞങ്ങളാണെന്നാണ്. ഇന്നന ഹാദിറൂൻ, ഞങ്ങൾ ഇവിടെ പ്രസന്റ് ആണ്. വി ആർ പ്രസന്റ് എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇന്നന എന്നാ പറഞ്ഞത്, ഇവിടെയും ഇന്നന എന്നാ പറഞ്ഞത്. ഇവിടെ കുന്ന അയലൻ, അപ്പോൾ ഇവിടെ ഓക്കെയാണ്. പക്ഷെ ഇവിടെ വേറെ പ്രശ്നമുണ്ട്. കുന്ന അയലൻ ഇവിടെ ഹാദിറൂൻ എന്നാ പറഞ്ഞത്, ഇവിടെ ഹാദിറീൻ എന്നാണ് പറഞ്ഞത്. ഇതിലേതാണ് ശരി? ഗ്രാമർ കൂടി നോക്കണമല്ലോ. കുന്ന, കാനൻ്റെ ഇസ്മുകൾ റഫായിരിക്കണം, അതിൻ്റെ ഖബർ നസ്ബായിരിക്കണം. അപ്പൊ കുന്ന ഹാദിരീൻ എന്നാണ് പറയേണ്ടത് അല്ലേ? ഹാദിറൂൻ അല്ലേ? വാവുൽ ജമാഅത്താണ്. വാവുൽ ജമാഅത്തിന് റഫ് കിട്ടല് വാവും നൂനും വരുമ്പോഴാണ്. വാവുൽ ജമാഅത്തിന് നസ്ബും ജറും കിട്ടേണ്ടത് യാവും നൂനും വരുമ്പോഴാണ്. അപ്പൊ ഇവിടെ ശരിക്ക് നസ്ബാണ് വേണ്ടത് അല്ലേ? കാനയുടെ ഖബറിന് നസ്ബാണ്. അപ്പൊ നസ്ബ് യാവും നൂനും കൊണ്ടാണ് വേണ്ടത്. കുന്ന ഹാദിരീൻ, കുന്ന അയലൻ ഹാദിരീൻ ഹുനാ കബുല സാത്ത്, 1 മണിക്കൂർ മുമ്പ്. ഹുനാ കബുല സാത്തിൻ. ഇവിടെ വേറെയും പ്രശ്നമുണ്ട്. മുന്തു സാത്ത് എന്നാണ്. 4 ആൻ ഹവർ ആകുമ്പോഴാണ് മുന്തു സാത്ത് ആവാം. ഇവിടെ ആൻ ഹവർ ഏകോ എന്നാണ്, അപ്പോഴാണ് കബുല സാറ്റ് എന്നാവാം. അതുകൊണ്ട് ഇവിടെയും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് വളരെ ലെങ്തി ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് ഒരുപാട് വലിയ സെന്റൻസ് കൊടുക്കുന്നുണ്ട്. അർജു തക്കറുമക്കും
കൈൻഡ്ലി റിക്വസ്റ്റ് യു ഇത്തിഹാദൽ ഖുതുവാത്തിൽ ലാസിമ, നടപടികൾ സ്വീകരിക്കണം, സ്റ്റെപ്പുകൾ സ്വീകരിക്കണം, ഉണ്ടാക്കണം, അല്ല അത്യാവശ്യമായ തസ്വിയത്തി ഹാദൽ അംർ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫി അഖ്റബി വക്തിൻ മുംകിൻ, എത്ര പെട്ടെന്ന് സാധ്യമാകുമോ അത്ര പെട്ടെന്ന്. അപ്പോൾ നോക്കൂ, അർജു ഐ റിക്വസ്റ്റ് യു, കൈൻഡ്ലി റിക്വസ്റ്റ് യു എന്നാണ് ശരിക്കും വേണ്ടത്, അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അർജു തഖറബ് ഐ റിക്വസ്റ്റ് യു കൈൻഡ്ലി അല്ലേ. വിത്തിഹാദൽ ഖുതുവാത്തി, നെസസറി സ്റ്റെപ്പ് ഉണ്ടാക്കാൻ, ടു ടേക്ക് വിത്തിഹാദ്, അൽ ഖുതുവാത്ത് എന്ന സ്റ്റെപ്പ്, അൽ ലാസിമ നെസസറി, തസ്വിയത്തി ഹാദൽ അംറി ടു റിസോൾവ് ദിസ് പ്രോബ്ലം മാറ്റർ, അംർ മാറ്റർ തസ്വിയ റിസോൾവ് ഫി അഖ്റബി വക്തിൻ മുംകിൻ ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ എയിൽ വന്നിട്ടുണ്ട്. ഈ ബിയിൽ ചെറിയ മിസ്സിങ് ഉണ്ടാവും. ആ റിക്വസ്റ്റ് യു ഇവിടെ ഈ തഖറും കൈൻഡ്ലി എന്നുള്ള വാക്ക് വന്നിട്ടില്ല അല്ലേ, കൈൻഡ്ലി ഇവിടെ വന്നിട്ടുണ്ട്. കൈൻഡ്ലി ടേക്ക് നെസസറി സ്റ്റെപ്പിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ചെയ്തത് അല്ലേ. കൈൻഡ്ലി ഇവിടെ ഓക്കെ, ഐ റിക്വസ്റ്റ് ടു റിസോൾവ് ദിസ് മാറ്റർ എന്നുള്ള സെക്കൻഡാണ് പറഞ്ഞത്. ആദ്യം നെസസറി സ്റ്റെപ്പ് എടുക്കണം ടു റിസോൾവ് ദിസ് പ്രോബ്ലം ആണ്. അല്ലാതെ ഇത് റിസോൾവ് ചെയ്യാന്നുള്ളതിൻ്റെ ആശയമാണെന്നുണ്ടെങ്കിൽ പോലും ഡയറക്റ്റ് ഇതല്ല ഇയാൾ എന്തായിട്ടുള്ളത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ മിസ്റ്റേക്ക് മാത്രമാണ് ബിയിലുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ആകുമ്പോഴാണ് ഈ എ കറക്റ്റ് ആവുക. പിന്നെ സിയിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ട്. കൈൻഡ്ലി വന്നിട്ടില്ല, വേറെയും നോക്കാൻ വാക്കിൽ വന്നിട്ടില്ല, ഇവിടെയും വന്നിട്ടില്ല. അപ്പോൾ ഈ രണ്ടെണ്ണം നമുക്കല്ല എന്ന് ഉറപ്പാവും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അടിയിലായിരിക്കും എന്തുണ്ടാവാം, കൺഫ്യൂഷൻസ് ഉണ്ടാവാം. സോ ഇവിടെ ശരിക്കും കറക്റ്റ് ആൻസർ എ ആണ്. ഓക്കെ, എ ആണ് കറക്റ്റ് ആൻസർ. അതേപോലെ അടുത്ത ട്രാൻസ്ലേഷൻ, വീണ്ടും ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. ലൈസ ലദൈന ഇത്റാദുൻ, ഞങ്ങൾക്കൊരു ഒബ്ജക്ഷനും ഇല്ല. വി ഹാവ് നോ ഒബ്ജക്ഷൻസ് ഫി മൻഹി തഅശീറ അദ്ദുഖൂൽ ലഹു. ഇതൊക്കെ പോയിന്റാണ്, ചെറിയ ചെറിയ പോയിന്റുകൾ വരെ പരിഗണിക്കുന്നുണ്ട്. അവൻക്ക് മൻഹറ കൊടുക്കുക, തഅശീറ വിസ, അദ്ദുഖൂൽ എന്ന് പറഞ്ഞാൽ എൻട്രി വിസ, അവൻക്ക് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ഒബ്ജക്ഷൻസും ഇല്ല. ഇതിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദർ ഈസ് നോ ഒബ്ജക്ഷൻ എന്നല്ല പറഞ്ഞത്, ദർ ഈസ് നോ. ഇവിടെ വി ഹാവ് നോ, ലൈസ ലദൈന എന്നാണ്. അപ്പം ഇവിടെ പരിഗണിക്കണം. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ ദർ ഈസ് നോ എന്നാണ് പറഞ്ഞത്, വി ഹാവ് നോ എന്നാണ് അല്ലേ. വി ഹാവ് നോ ഒബ്ജക്ഷൻ ടു ഗ്രാൻഡിങ് വിസ ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് വിസ കൊടുക്കുന്ന ഞങ്ങൾക്ക് യാതൊരു ഒബ്ജക്ഷൻസും ഇല്ല. ആർക്കുന്നോ പിന്നെ എന്താണ് ഓക്കെ, എൻട്രി വിസ എന്ന് പറഞ്ഞിട്ടില്ല, എൻട്രി എന്നുള്ള വാക്കൊക്കെ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവിടെ അതും തെറ്റാണ്. വി ഹാവ് ഗ്രാൻഡ് ഹിം, നമ്മൾ നൽകിയിട്ടുണ്ടെന്നല്ല പറഞ്ഞു, ഞങ്ങൾക്ക് ഒബ്ജക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം പറയണ്ടേ. അപ്പോൾ ഇതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. വി ഹാവ് നോ ഒബ്ജക്ഷൻ, ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷൻസും ഇല്ല. ലൈസ ലദൈന ഇത്റാൽ ടു ഗ്രാൻഡ് ഹിം ഫി മൻഹി ഹിം ലഹു അല്ല ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്, ആൻ എൻട്രി വിസ തഅശീറത്ത് ദുഖൂൽ ടു ഇന്ത്യ ഇലൽ ഹിന്ദ്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെയും നിങ്ങൾ കൺഫ്യൂഷൻസ് ഉണ്ടാവുക ഇതായിരിക്കും. കാരണം ഈ ദർ ഈസ് നോ എന്നുള്ളത് ഒരു പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ട്രാൻസ്ലേഷൻ ഇതിൽ വരുമ്പോൾ അതിൻ്റെതായ ആ ഒരു അവിടെ എന്ത് പറഞ്ഞു അതൊക്കെ ഇവിടെയും കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഓക്കെ, അടുത്തത് ബെനഫിറ്റ് ഓഫ് അക്കാഡമിക് ആക്ടിവിറ്റീസിൽ നിന്ന് താഴെ പറയുന്നതിൽ നിന്ന് ഏതൊക്കെയാണ് ഇഖ്തർ നാട്ടോ ഇഖ്തർ മഹുവ മിൻ ഫവായിദിൽ അൻഷിത്ത ദിറാസിയ, അക്കാഡമിക് ആക്ടിവിറ്റീസിൻ്റെ ബെനിഫിറ്റുകൾ ഏതൊക്കെയാണെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. യുൽഖിയൽ മുഅല്ലിം അൻ-നസഹിയ, അധ്യാപകന് ഉപദേശങ്ങൾ കൊടുക്കുന്നു, അതൊരു ബെനിഫിറ്റ് ആണോ? അധ്യാപകൻ ഉപദേശം കൊടുക്കുക എന്നുള്ള ബെനിഫിറ്റ് ആണോ? അല്ലല്ലോ. യക്തുബുൽ മുത്തഅല്ലിമാണ് അല്ലേ. മുത്തഅല്ലിമ തദ്രീബാത്ത്, മുത്തഅല്ലിമ തൻ്റെ ആക്ടിവിറ്റി തദ്രീബാത്ത് കാര്യങ്ങളൊക്കെ എഴുതാനുള്ള കഴിവ് മുത്തഅല്ലിമിന് കിട്ടുന്നു, അതൊരു ബെനിഫിറ്റ് ആണല്ലേ. എഴുതാനുള്ള അവസ്ഥയിലെ കുട്ടികൾ എത്തുക എന്നുള്ളത് ബെനിഫിറ്റ് ആണല്ലോ അല്ലേ. പിന്നെ യുഖയ്യിമുൽ മുഅല്ലിം ഔറാഖുൽ ഇംതിഹാൻ, എക്സാമിൻ്റെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ബെനിഫിറ്റ് ആണോ? അല്ല. പിന്നെ യുഅദ്ദിൽ മുതഅല്ലിമു അൽ ഫരീദ, മുതഅല്ലിമ് തൻ്റെ റിലീജിയസ് ആയ ഡ്യൂട്ടീസും റൈറ്റ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു എന്നുള്ളതും അക്കാഡമിക് ആക്ടിവിറ്റീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ല, അതിൽ ഫവായിദ് അല്ല. സോ ഇവിടെ ഈ എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് കുട്ടിയുമായി ബന്ധപ്പെട്ട അക്കാഡമിക് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ് ഉള്ളത്. സോ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനിയും ട്രാൻസ്ലേഷൻ ഉണ്ട്. ഹീ സ്റ്റുഡ് ബിസൈഡ് മീ ഫോർ എ വൈൽ, എൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നു. ദെൻ ഹീ പ്രൊസീഡഡ് ടുവാർഡ്സ് മൈ ടേബിൾ, പിന്നെ എൻ്റെ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു. ഹീ സ്റ്റുഡ് ബിസൈഡ് മീ, എൻ്റെ അടുത്ത് നിന്നു അല്ലേ. ഇവിടെ തവജ്ജഹ നഹ്വ തുമ്മ നേരെ ഓപ്പോസിറ്റാണ്. ആദ്യം എൻ്റെ അടുത്ത് നിന്നാണ്, പിന്നെയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാന്ന് ബോധ്യപ്പെട്ടു. വഖഫ അമാമി, എൻ്റെ മുമ്പിൽ നിന്നു, എൻ്റെ മുമ്പിൽ നിന്നാണ് അല്ലേ, ബിസൈഡ് മീ ആണ് അല്ലേ.
അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ അമാമി എന്നാണ് പറഞ്ഞത്. പിന്നെ വഖഫ ബി ജാനിബി ഖലീലൻ, എൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നു. ഓക്കെ, അത് ശരിയാണ് അല്ലേ. ഈ സ്റ്റുഡ് ബിസൈഡ് മീ ഫോർ എ വൈൽ ഖലീലൻ. ഇവിടെ വഖഫ ബി ജാനിബി, എൻ്റെ അടുത്ത് നിന്നു. ഫോർ എ വൈലിൻ്റെ ട്രാൻസ്ലേഷൻ വന്നിട്ടില്ല. ഫോർ എ വൈൽ ഇവിടെ ഇല്ല. സോ ഇത് ഒരു വേർഡ് മിസ്സിങ് ആയതുകൊണ്ട് വഖഫ ബി ജാനിബി ഖലീൽ എന്നുള്ളതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് ശരി എന്നുള്ളത്. ദെൻ ഹീ പ്രൊസീഡഡ് ടുവാർഡ്സ് മൈ ടേബിൾ തുമ്മ തവജ നഹവ ത്വാവിലെത്തി. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. മീൻസ് വഖഫ് ബി ജാനിബി ഖലീൽ തുമ്മ തവജ നഹവ ത്വാവിലെത്തി എന്നുള്ളതാണ് കറക്റ്റ്. ഇവിടെ ഡിസോർഡർ ആണ്. ശരിയായ ഓർഡറും ശരിയായ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഓപ്ഷൻ സിയിലാണ്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഡ്ഫിലാണ്. എഡ്ഫിലിൽ ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് PSCയുടെയും കാറ്ററ്റിൻ്റെയും ഒക്കെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ചില ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറഞ്ഞ പൈസകൾ കൊണ്ട് മോക്ക് ടെസ്റ്റുകൾ, എക്സാം ഓറിയൻറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റുകൾ, പിന്നെ ടിപ്സുകളും, പിന്നെ നല്ല ബൃഹത്തായ ക്ലാസ്സുകൾ, നോട്ടുകളൊക്കെയുള്ള സംവിധാനമാണ് നമ്മുടേത്. അപ്പോൾ പരമാവധി തയ്യാറെടുക്കുന്ന ആളുകളൊക്കെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ്. ലൈസമിൻ നദറിയത്തിൽ ബിനായിയെ, കൺസ്ട്രക്റ്റീവ് തിയറിയുമായി ബന്ധപ്പെടാത്തത്. കൺസ്ട്രക്റ്റീവ് തിയറിയുടെ ഭാഗം, കൺസ്ട്രക്റ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു കുട്ടി സാഹചര്യത്തിൽ നിന്നും അത് ചുറ്റുപാടിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന എന്ന് പറയുന്ന ഒരു രീതിയാണ് കൺസ്ട്രക്റ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചത്. തഹ്തമ ബി സുലൂഖിൽ ലാഹിറിൽ മുത്തഅല്ലിമി, സുലൂഖുൽ ലാഹിർ പുറത്ത് കാണുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്റ്റേണൽ ബിഹേവിയർ മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അല്ലല്ലോ. മുത്തഅല്ലിമിൻ്റെ എല്ലാ കാര്യങ്ങളിലും ബിഹേവിയറിലെ എല്ലാ ആറ്റിറ്റ്യൂഡുകളും ഇവിടെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൂടിയാണ് ഇതിൻ്റെ ഭാഗം, അല്ലാതെ അത് മാത്രമല്ല. ഇത് നദിലത്തുൽ ബിനായിൻ്റെ ഭാഗമല്ല. പിന്നെ അടുത്തൊരു ചോദ്യം നോക്കുമ്പോൾ മുത്തമർക്കസുൻ ഹവൽ മുത്തഅല്ലിമി, സ്റ്റുഡൻറ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. സ്റ്റുഡൻറ് സെൻട്രിക് ആണ് കൺസ്ട്രക്റ്റീവിസം, കൺസ്ട്രക്റ്റീവ് ബിഹേവിയറിസം സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. പിന്നെ ലൈസൽ മുത്തഅല്ലിമു ഖാലിയത്തുൽ മാരിഫ, നോളജ് ഉണ്ട്. ഇവിടെ ഖാലിയത്തുൽ മാരിഫ എന്ന് പറഞ്ഞത് മാരിഫത്ത് ഇല്ലാത്ത ലൈസൽ മുത്തഅല്ലിം അല്ല, ഖാലിയത്തുൽ മാരിഫ, മാരിഫയിൽ നിന്ന് മോചിതനല്ല. എന്ന് വെച്ചാൽ മാരിഫത്ത് ഇൻഫർമേഷൻസ് അവന് ആവശ്യമാണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അർത്ഥം അല്ലേ. ഇവിടെ ലൈസയുണ്ട്, ഇവിടെ ഖാലിയത്തുണ്ട്. എന്ന് വെച്ചാൽ മുത്തഅല്ലിമിന് മാരിഫത്ത് വേണം എന്നാണ് ഇതിൻ്റെ ആശയം. വേണം, ശരിയാണ്. പിന്നെ മുത്തമർക്കസുൻ ഹൗലുൽ അൻഷിത്ത, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്, സ്റ്റുഡൻറ് ഓറിയൻറ്റഡ് ആണ്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്, അല്ലാതെ ടീച്ചർ ഓറിയൻറ്റഡ് അല്ല. സോ ഇത് മൂന്നും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നദറിയത്തുൽ ബിനായിയുമായി ബന്ധപ്പെടാത്തത് ഇവിടെ സുലൂഖുൽ ലാഹിറ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ഓപ്ഷൻ എ ശരിയല്ലാതെ ആയിപ്പോയത്. പിന്നെ അടുത്തത് മാച്ച് ദ ഫോളോയിങ് പാറ്റേൺ ആണ്. മാച്ച് ദ ഫോളോയിങ് പാറ്റേൺ ഒക്കെ കുറച്ച് മുമ്പൊന്നും ഈ PSCൻ്റെ ഭാഗമായിട്ട് വളരെ റയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് LPSലൊക്കെ. ഇപ്പം അത് വന്നിട്ടുണ്ട്. ഒരു നെറ്റ് രീതിയിലൊക്കെയുള്ള പാറ്റേണിൽ മാറ്റങ്ങൾ LPSൽ ഉണ്ടായിട്ടുണ്ട്. ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ്. അപ്പോൾ ശരിക്കും ക്വസ്റ്റ്യൻ ഇതല്ല, ക്വസ്റ്റ്യൻ ഇതേപോലെ വരിക. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഖിറാഅത്തു സഖാലിയ, ഖിറാഅത്തു തശാറുക്കിയ, ഖിറാഅത്തുൽ മുവജ്ജഹ. ഇതൊക്കെ സ്റ്റുഡൻസിൻ്റെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആശയം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഖിറാഅത്തുൽ ഫർദിയ യുഷാരിഖു തുല്ലാബു മഅൽ മുഅല്ലിമി മആനിയൽ കലിമാത്തി യുഷാരിഖു തുല്ലാബു മആനിയൽ മുഫറദാത്തി ഫിൽ ഫർഖി അസ്നാൽ ഖിറാഅത്തി എന്നുള്ള ഇതാണ് ഓപ്ഷൻ എ, കോളം എ. ഇത് കോളം ബി. ഈ കോളം എയും ബിയും തമ്മിൽ മാച്ച് ആക്കാനുള്ള ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജീമ് 3 ആണ്, ബാ 1 ആണ്, അംസ് 2 ആണ്. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പരിശോധിക്കാം ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും. ഇത്തരം ചോദ്യങ്ങൾ ഒരു പക്ഷേ സിമ്പിളായിരിക്കും. കാരണം ഏതെങ്കിലും 1-2 ആശയങ്ങൾ അല്ലെങ്കിൽ ആൻസർ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അപ്പോൾ നമുക്കിത് മാച്ച് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇവിടെ നോക്കുക, ഖിറാഅത്തു സഖാലിയ ഉണ്ട്. ഖിറാഅത്തു സഖാലിയ എന്ന് പറഞ്ഞാൽ സൈലന്റ് റീഡിംഗ് ആണ് അല്ലേ. അതിൽ ഖിറാഅത്തുൽ ഫർദിയാണ് അല്ലേ. പിന്നെ അതിൽ ഖിറാഅത്തു തശാറുക്കിയ ഉണ്ട്, കോപ്പറേറ്റീവ് റീഡിംഗ് ആണ്. തശാറുക്കിയ എന്നുള്ള വാക്ക് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. തശാറുക്കിയ എന്ന് പറഞ്ഞാൽ രണ്ടിടത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ അത് പറ്റില്ല. തശാറുക്കിയ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പരസ്പരം ഇടപെട്ട് കുട്ടികൾ ഇടകലർന്നുകൊണ്ട് പഠിക്കുന്ന കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്, കോപ്പറേറ്റീവ് റീഡിംഗ് ആണ് അൽ ഖിറാഅത്തു തശാറുക്കിയ. യുഷാരിഖു തുല്ലാബു മആനിയൽ മുഫറദാത്തി ഫിൽ ഫർഖി, ഗ്രൂപ്പായിട്ട് അവർ പഠിക്കുക അസ്നാൽ ഖിറാഅത്തി. ഓക്കെ. പിന്നെ അൽ ഖിറാഅത്തുൽ മുവജ്ജഹ ഗൈഡഡ് റീഡിംഗ് ആണ്. അധ്യാപകൻ ഇങ്ങനെ മെല്ലെ കുട്ടിയെ ഇങ്ങനെ വായിപ്പിച്ച് കൊണ്ടുവരുന്ന രീതിയാണ് ഗൈഡഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ.
സോ യുഷാരിക്കു തുല്ലാബു മഅൽ മുഅല്ലിമി. ഇവിടെ മഅൽ ഫർഖാവുമ്പോഴാണ് തശാറുക്കി ആവുക. മുവജ്ജഹ എന്ന് പറയുമ്പോൾ മഅൽ മുഅല്ലിമി ആവും. അപ്പോൾ ഇവിടെ ശരിക്കും ഓപ്ഷൻ ഇതാണ് അല്ലേ. അൽ ഖിറാഅത്തു സഖാലിയ ഖിറാഅത്തുൽ ഫർദിയാണ്. ഹംസ് 1 ബാ 3 ജീം 2. സോ ഈ ഓപ്ഷനുകൾ നമ്മൾ അങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇതായിരിക്കും വരിക, ജീം 2 ബാ 3 ഹംസ് 1 എന്നുള്ള ആൻസർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഈ പാറ്റേണിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ ഇനിയും വന്നിട്ടുണ്ട്, ഞാൻ പറയാം. മറ്റൊരു ചോദ്യം ഉള്ളത് തസ്രീഹ സ്വഹീഹ അനി നവാത്തിജ് തഅലീമിയ. നവാത്തിജ് തഅലീമ ലേണിംഗ് ഔട്ട്കം ഉണ്ട്. ലേണിംഗ് ഔട്ട്കം, കുട്ടി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ആ കുട്ടിക്ക് കിട്ടണം, അതാണ് ലേണിംഗ് ഔട്ട്കം. അപ്പോൾ ലേണിംഗ് ഔട്ട്കമ്മുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. അന്നവാത്തിജു തഅലീമിയ ഹിയ മാ യുറാദു തഹ്സീലുഹു ലദദ്ദാരിസീന ഫീൽ മറാഹിൽ മുഖ്തലിഫ ലിത്തഅലീമിൽ മദ്രസത്തി. സ്കൂൾ എഡ്യൂക്കേഷൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ കുട്ടിക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്. വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ കിട്ടേണ്ട ഒരു സാധനമാണ് ലേണിംഗ് ഔട്ട്കം എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് അന്നവാത്തിജു തഅലീമിയ തുഹദ്ദദു ബഅദ തശ്കീലിൽ മനാഹിജ് ദാരിസിയ. ഈ കരിക്കുലം അല്ലെങ്കിൽ സിലബസ് ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ലേണിംഗ് ഔട്ട്കം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന് ഉണ്ടാക്കേണ്ടത് അല്ലല്ലോ. ലേണിംഗ് ഔട്ട്കം ആദ്യം ഉണ്ടാക്കിയിട്ട് ഇത് കിട്ടാൻ കുട്ടിക്ക് എന്ത് പഠിക്കണം എന്നിട്ടാണ് പിന്നെ സിലബസ് ഉണ്ടാക്കുക. അല്ല, സിലബസ് ഉണ്ടാക്കിയതിന് ശേഷമല്ല ലേണിംഗ് ഔട്ട്കം തീരുമാനിക്കാം. ലേണിംഗ് ഔട്ട്കം തീരുമാനിച്ചതിന് ശേഷമാണ് അതിനനുസരിച്ചാണ് എന്ത് ഉണ്ടാക്കേണ്ടത്, സിലബസ് ഉണ്ടാക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നവാത്തിജു തഅലീമിയ തക്കൂനു ഹാലിയത്തിൽ മുലാഹല. പറഞ്ഞാൽ ആവശ്യാനുസരണം മാറ്റത്തിനും അതേപോലെ നിർദ്ദേശങ്ങളൊക്കെ ഒക്കെ അനുസൃതമാണ്. എപ്പോഴും ഇതന്നെ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് മുലാഹല ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാറ്റാം, തിരുത്താം, നല്ല കാര്യങ്ങൾ വന്നാൽ അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് നല്ലൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതും നല്ലൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അടുത്തത് നവാത്തിജു തഅലീമിയ ലാ തുക്സബു ഫീ മുദദിൻ വജീസ. കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് നമുക്ക് ലേണിംഗ് ഔട്ട്കം നേടിയെടുക്കാൻ പറ്റും അല്ലേ. ചിലപ്പോൾ 3 ടേം കോഴ്സുകൾ ഉണ്ടാവാം, 1 മാസം കൊണ്ട് നടത്തേണ്ട കോഴ്സുകളൊക്കെ ഉണ്ടാവും, 15 ദിവസം കൊണ്ട് നടത്തേണ്ട കോഴ്സ് സ്ഥാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടും. പെട്ടെന്നും വേണമെങ്കിൽ എന്താവാം, ലേണിംഗ് ഔട്ട്കം കിട്ടാം. അപ്പോൾ ഇത് ഇവിടെ കിട്ടൂല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിക്ക് 2 ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, 2 തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഇതല്ല കേട്ടോ. ഇത് ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഓപ്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: ഹംസും ബാവും ശരിയാണ്, ജീമും ദാലും തെറ്റാണ്. ഹംസ് മാത്രമാണ് ശരിയുള്ളൂ, ബാക്കിയുള്ള 3 ഗൈറു സഹിയാണ്. എല്ലാം ശരിയാണ്. ഹംസും ജീമും ശരിയാണ്, ബാവും ദാലും തെറ്റാണ്. നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഹംസും ജീമും ശരിയാണ്, ബാവും ദാലും തെറ്റാണ് അല്ലേ. ഹംസും ജീമും ശരിയാണ്, ബാവും ദാലും തെറ്റാണ്. സോ ഇവിടെ ഡി ആണ് കറക്റ്റായ ആൻസർ. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ അല്ലേ. അടുത്തത് ലൈസത്ത് മിൻ മുഖവ്വിമാത്തിൽ ഖിറാഅത്തിൻ്റെ റീഡിങ്ങിൻ്റെ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ റീഡിങ്ങിൻ്റെ ഇതുമായി ബന്ധപ്പെടാത്തത് ഏതാണെന്നാണ്. വുളൂഹ്, ബുത്അ്, തഹ്ജിഅ, അലാമാത്തു തർക്കീം. പങ്ക്ച്വേഷൻസുകളുണ്ട്. നിർത്തേണ്ടിടത്ത് നിർത്തണം, കോമ അല്ലെങ്കിൽ സ്റ്റോപ്പൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിരിക്കണം. അതാണ് പങ്ക്ച്വേഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സാധനമാണ്, ഇൻഡിക്കേഷൻസ് ആണ്. പിന്നെ വുളൂഹ് ക്ലാരിറ്റി വേണം വായിക്കുമ്പോൾ, ക്ലാരിറ്റി അത്യാവശ്യമാണ്. പിന്നെ സ്പെല്ലിങ് ക്ലിയർ ആയിരിക്കണം, തലഫുദ് ക്ലിയർ ആയിരിക്കണം, അക്ഷരസ്ഫുടത ഉണ്ടായിരിക്കണം. ബുത്ത് എന്ന് പറഞ്ഞാൽ മെല്ലെ വായിക്കുക എന്നുള്ളത് ഒരു സ്പെഷ്യാലിറ്റി അല്ല. ചില കാര്യങ്ങൾ ചിലപ്പോൾ സ്പീഡ് റീഡിങ്ങും ഒക്കെ ആൾക്കനുസരിച്ചാണ് അല്ലേ. അപ്പം അത് ബുത്ത് എന്നുള്ളത് എന്തല്ല, ഈ ഖിറാഅത്തിൻ്റെ ഒരു മുഖവിമാത്തിൽ പെട്ട ക്ലിയർ ആയ ഒരു ഭാഗമല്ല. വുളൂഹും തഹ്ജിയത്തും അതേപോലെ അലാമാത്തു തർക്കീം ഒക്കെ ഇതിൻ്റെ മുഖവിമാത്തിൽ പെട്ടതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ് മിൻ മുമയ്യിസാത്തി മുഹ്തവിയാത്തിൽ മുഖറലി ദിറാസാത്തിൽ ലുഗത്തിൽ അറബിയ. അറബിക് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറബി ഭാഷ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ട അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ട കണ്ടന്റ് സ്പെഷ്യാലിറ്റികൾ ഏതാണ്? ഭാഷാ പഠനത്തിൻ്റെ നമ്മൾ പ്രിപ്പയർ ചെയ്യപ്പെട്ട അതിൻ്റെ കോണ്ടന്റിൻ്റെ സ്പെഷ്യാലിറ്റികളാണ് ചോദിക്കുന്നത്.
അപ്പോൾ ആ കോണ്ടന്റ് എങ്ങനെയായിരിക്കണം? എൽസമു ഐൻ തക്വന മുംതിയാത്തൻ ബുദ്ധിയത്തൽ മാൽ അത്ഫാലി, കുട്ടികൾക്ക് അട്രാക്റ്റ് ആവുന്ന, അവർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കോണ്ടന്റ് ആയിരിക്കും, അവരെ ആകർഷിപ്പിക്കണം. നല്ലൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. പിന്നെ എൽസമാൻ തക്വന മുത്താബഖത്തിൽ ഉംറിൽ മുത്തല്ലിമീൻ, കുട്ടിയുടെ വയസ്സിനനുസരിച്ച് ഉണ്ടാക്കണം. അല്ല 5ാം ക്ലാസ് കുട്ടിക്കുള്ള സാധനം 1ാം ക്ലാസ് കുട്ടിക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് സ്റ്റേജ് ബൈ സ്റ്റേജ് മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ എൽസമാൻ തക്വന ദൗരിൻ മുസാഇദിൽ തൻമിയത്തിൽ ഇബ്ദായി, അവൻ്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ വളർത്താൻ സഹായിക്കുന്ന രീതിയിലുള്ളൊരു മെത്തേഡ് അതിലുണ്ടായിരിക്കണം, വേണമല്ലോ, ഉണ്ടാകണം. അല്ലാതെ അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതും വെച്ചിട്ട് കുട്ടി വീണ്ടും വീണ്ടും പുതിയ ഉണ്ടാക്കണം. പിന്നെ എൽസമാൻ തക്വന മുഅറിഫത്തൻ ബി അസാലിബി തദാവുൽ ലുഗ, ഭാഷ എങ്ങനെയാണത് എക്സ്ചേഞ്ച് ചെയ്യുക, ഭാഷ മാറ്റുക, ഭാഷയുമായി ഡീൽ ചെയ്യേണ്ട രീതികളും കൂടി എന്താണ്, അതിൻ്റെ സ്റ്റൈലും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 4 കാര്യം പോസിറ്റീവാണ്. നോക്കാം, അവിടെ ചോദ്യങ്ങൾ നോക്കാം. ഇത് ചോദ്യമില്ല, അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ചോദ്യം ഇതാണ് വരുന്നത്, ഇതിൽ ഏതാണ് ശരി? അലിഫ്, അംസ്, ബാ, ജീമ്, ദാല് അല്ലേ, ഇതിൽ ഏതാണ് ശരിയുള്ളത്? അംസല്ലട്ട്, അലിഫാണ് കൊടുക്കാറുള്ളത്, ഇങ്ങനെ ആയി പോയതാണ്. അലിഫ്, ബാ, അംസ് തന്നെയാണ് വരാറുള്ളത് അല്ലേ. ഓക്കെ, ഇതിൽ 4ഉം ശരിയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ABCD, അംസ്, ബാ, ജീമ്, ദാല് അല്ലേ. അപ്പോൾ ഇവിടെ 4ഉം ശരിയാണല്ലേ, അലിഫും ബാവും ജീമും ദാലും ശരിയാണ്. സോ എ ആണ് കറക്റ്റ് അല്ലേ. യെസ്. അടുത്തൊരു ചോദ്യം, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബർ, ഉള്ളിൽ അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല, അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പം നബിയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസനൻ, വസ്ത്രം അതേപോലെ ഡ്രസ് ചെരുപ്പൊക്കെ നല്ലത് ധരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കാറില്ലേ? അപ്പം നബി പറഞ്ഞു, അള്ളാഹു ജമീലാണ്, യുഹിബുൽ ജമാല, ഭംഗി ഇഷ്ടപ്പെടുന്ന ആളുമാണ്. പക്ഷെ കിബർ എന്ന് പറഞ്ഞാൽ അതല്ല. കിബർ എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹക്കി വ ഖംതുൻ നാസ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. കിബറിന്റെ, അഹങ്കാരത്തിന്റെ ഡെഫിനിഷൻ നബി കൊടുത്തത് ഇങ്ങനെയാണ്, ബത്തറുൽ ഹക്കി ഖംതുൻ നാസ്. ചോദ്യം ഇതാണ്, ഇവിടെ ഖംതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഖംതുൻ നാസിന്റെ അർത്ഥം 4 ഓപ്ഷൻസ് ഉണ്ട്. നിസാവും അന്നാസ്, ആളുകളുമായി തർക്കിക്കലാണോ അഹങ്കാരം? കദ്ഫുൽ മുസ്ലിം നാസി, നല്ല ആളുകളെ ആരോപിക്കലാണോ? ഷത്തുമുൻ നാസി, ആളുകളെ ചീത്ത പറയലാണോ? എഹ്തിക്കാർ നാസി, ആളുകളെ നിസ്സാരമാക്കലാണോ? ഖംതുന്നാസ് എന്ന് പറഞ്ഞതാണ് ശരിക്കും ആളുകളെ ഇല്ലാതെയാക്കുക, നിസ്സാരമാക്കുക, ആളുകളെ ഒന്നുമല്ലാതെ വില കുറച്ച് കാണുന്നതിനാണ് ഖംതുന്നാസ് എന്ന് പറയാം. ഞാൻ മാത്രം, എൻ്റെ ആശയങ്ങൾ മാത്രം ശരി, നിന്റെ ആശയങ്ങൾ ഒന്നുമല്ല, നീ ഒന്നുമല്ല എന്ന്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്നതാണ് ശരിക്ക് കിബർ എന്ന് പറഞ്ഞാൽ. അതാണ് ഈ ഖംത്തിന്റെ ആശയം. ഇഹ്തികാറുന്നാസാണ് ഖംത്ത് എന്ന് പറഞ്ഞാൽ. അടുത്തൊരു ചോദ്യം, ഫി ഐ ദൗലത്ത്, ജനറൽ നോളജുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. ഫി ഐ ദൗലത്തിൻ തഖഉ മദീന ഫുസ്താത്ത്, ഫുസ്താത്ത് പട്ടണം ഏത് നഗരത്തിലാണ്? ഫുസ്താത്ത് പട്ടണം വളരെ പ്രശസ്തമായ പട്ടണമാണ്, ഈജിപ്തിലെ മിസ്റിലെ ഒരു നഗരമാണ് ഫുസ്താത്ത് പട്ടണം. ചരിത്രപരമായിട്ട് ഏറ്റവും പുരാതനമായ ഒരു പട്ടണം കൂടിയാണ്, ആദ്യമായി നിർമ്മിക്കപ്പെട്ടെന്നൊക്കെ പറയപ്പെടുന്ന ഒരു പട്ടണം കൂടിയാണ് മദീനത്തുൽ ഫുസ്താത്ത്. ഓക്കെ, മുമ്പത്തെ കാലത്തെ ഇസ്ലാമിൻ്റെ ഒരു ആസ്ഥാനം കൂടിയാണ് മദീനത്തുൽ ഫുസ്താത്ത്. അത് ഉണ്ടാക്കിയ ആൾ അംറുബുൽ ആസ് ആണ്. 641 AD ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്തത്, ഷായറുൻ ഫിലസ്തീനിയൻ മിൻ ദവാവീനിഹി അസാഫീറു ബിലാദ്. അസാഫീറു ബിലാദ് എന്ന് പറയുന്ന ദീവാന് ഉണ്ടാക്കിയ ഫലസ്തീനി കവിയാരാണ്? ഇതിൽ സമീൽ ഖാസിമിന്, അദ്ദേഹം ഫിലസ്തീനിയാണ്. ഇബ്രാഹിം തൗഖാനും ഫിലസ്തീനിയാണ്. സാലിഹ് മഹ്മൂദ് ഹവാരിയും ഫിലസ്തീനിയാണ്. അബ്ദുൽ വഹാബ് അൽ ബയ്യാത്തി ഇറാഖിയാണ് അല്ലേ. അബ്ദുൽ വഹാബ് ബയ്യാത്തി ഇറാഖിയാണ്. അപ്പോൾ ഇതിൽ 3 പേര് ഫിലസ്തീനിയാണ്. ഇതിൽ ആരുടെ കവിതയാണ് അസാഫീറു ബിലാദ് എന്ന് പറഞ്ഞാൽ? ശരിക്കും ഇതിൻ്റെ ആൻസർ സാലിഹ് മഹ്മൂദ് ഹവാരിയാണ്. സാലിഹ് മഹ്മൂദ് ഹവാരിയാണ് ഈ അസാഫീറു ബിലാദി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും കൃതിയുടെ ആള്. അപ്പോൾ ഇത് ശരിക്കും ഇതിൽ ഫലസ്തീൻ കവിതകൾക്ക് ഏറ്റവും പ്രശസ്തനായ ആൾ ഇബ്രാഹിം തൗഖാനൊക്കെയാണ് അല്ലേ. സമീർ ഖാസിം അത്ര പ്രശസ്തനല്ല. സാധാരണ ഈ കാറ്ററ്റിൻ്റെയും നെറ്റിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ വരുന്ന സിലബസിലൊന്നും പേര് പറയാത്ത ആളുകളാണ് ഇവരൊക്കെ. പിന്നെ എന്തുകൊണ്ട് ഇവർ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവരുടെ പേരുകളും ഇവരുടെ കവിതകളും ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കവിതയും ആ കവിതയുടെ അടിയിൽ അതിൻ്റെ ഓഥറേയും ആ ഓഥറെ കുറിച്ച് ചെറുതായിട്ട് അതിൻ്റെ അപ്പുറത്തെ പേജിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ ആളുകളെ കുറിച്ചൊക്കെ വരാറുണ്ട്. അപ്പോൾ വളരെ പ്രശസ്തരായ സിലബസിലൊന്നും എന്നും കേൾക്കുന്ന എന്നും കാണുന്ന ആളുകളൊന്നും അല്ല ചിലപ്പോൾ സമയത്ത് വരാറുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, അതിൻ്റെ ഈ ഭാഗത്താണ് വരുന്നത്.
സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പറഞ്ഞ ചില കവിതകൾ അതിൻ്റെ കർത്താക്കളൊക്കെയാണ് ഇതിൽ ചോദിക്കുക. അപ്പോൾ ഇത് അത്ര ഒരു ചോദ്യമാണ്. സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ അസാഫീറു ബിലാദ് എന്ന് പറയുന്ന കൃതി. ഓക്കെ, പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട്. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ ഒരു പ്രശസ്തമായ ഗ്രന്ഥം, അത് വേൾഡ് ലെവലിൽ വിറ്റഴിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലർ ആയ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ 3ാം സ്ഥാനം കിട്ടിയ ഒരു ഗ്രന്ഥം ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ ഗ്രന്ഥമാണ്. ഏതാണ് ഗ്രന്ഥം എന്നാണ്? അജ്നത്തുൽ മുത്തകസ്സിറയാണോ, അൻ നബി ആണോ, ലവാസിഫ് ആണോ, ദംഅത്തുൻ വബ്തിസാമയാണോ? ഇത് 4 വളരെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. പക്ഷേ ഈ ഒരു ബെസ്റ്റ് സെല്ലിംഗ് അവാർഡിൻ്റെ ലിസ്റ്റിൽ പെട്ട അദ്ദേഹത്തിൻ്റെ കൃതി അൻ നബി എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ശരിക്കും ഇത് ഇംഗ്ലീഷിലാണ് ഉണ്ടാക്കിയത്, ദ പ്രൊഫറ്റ് എന്നാണ് അതിൻ്റെ പേര്. പിന്നീട് അത് തർജ്ജമ ചെയ്യപ്പെട്ടതാണ് അൻ നബി എന്ന് പറയുന്ന ഗ്രന്ഥം. 1923 അത് പബ്ലിഷ് ആയത്. 26 മക്കാലകളാണ് അതിലുള്ളത്. അതിൽ നബി എന്ന് പറഞ്ഞാൽ നബീനെ കുറിച്ച് എഴുതിയല്ല കേട്ടോ. നബി എന്ന് പറഞ്ഞാൽ അതൊരു ഫിലോസഫിക്കലായ കോണ്ടന്റ് ഉള്ള ഒരു വർക്കാണ്. ഇദ്ദേഹത്തിന് ഇതേപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, പേരിൽ നബി എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ആ ഒരു രീതിയിലുള്ള റിലീജിയസ് ആയ ഗ്രന്ഥമൊന്നുമല്ല. ഇദ്ദേഹം ഒരു ഫിലോസഫിക്കലായ പോയറ്റിക്കൽ ലാംഗ്വേജിൽ എഴുതുന്ന, ചിലപ്പോൾ ആ രീതിയിലൊക്കെ എഴുതുന്നൊരു കർത്താവാണ്. ഓക്കെ, അതിൽ ഹുബ്, ഹുരിയ, സിവാജ്, അമല്, ഖൈറ്, ഷെറ്, ജമാല്, അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഫിലോസഫിക്കലായ വർക്കാണ്. 100ലേറെ ഭാഷയിലേക്ക് ഈ നബി പ്രൊഫറ്റ് എന്ന് പറയുന്ന വർക്കിന്, ദ പ്രൊഫറ്റ് എന്ന് പറയുന്ന വർക്കിന് എന്താക്കിയിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ബുക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ്. പിന്നെ അടുത്തൊരു ചോദ്യം, ഫക്കീർ ബി ഗൈരിക്ക എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. ഫക്കീർ ബി ഗൈരിക്ക ആരുടെ കസീദയാണ്? ഫക്കീർ ബി ഗൈരിക്ക ശിഹാബ് ഖാനമാണോ, ഫദ്വ തൗഖാനാണോ, അദോനീസ് ആണോ, മഹ്മൂദ് ദർവേഷ് ആണോ? ഓക്കെ, ഇതൊക്കെ പ്രശസ്തരായ ആളുകളാണ്. ഫക്കീർ ബി ഗൈരിക്ക മഹ്മൂദ് ദർവേഷിൻ്റെതാണ്. ഈ ഫക്കീർ ബി ഗൈരിക്ക സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 7ാം ക്ലാസ്സിലാണ് തോന്നുന്നു. ഫക്കീർ ബി ഗൈരിക്ക സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ കവിത പഠിക്കാനുണ്ട്. 7ലോ 9ലോ ആണ്. ഓക്കെ, ഇതിൽ ഈ 4 പേരെ കുറിച്ച് പരിചയപ്പെടുത്താം. ഷിഹാബ് ഖാനമും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് അഖരിയത്തുൽ ഉംറിൽ ജമീൽ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. പിന്നെ ഒരുപാട് ട്രാൻസ്ലേഷൻ വർക്കുകളുണ്ട്. ഖസായിദ് മിൽ യാബാൻ, ഖസായിദ് മിൽ ഹിന്ദ് തുടങ്ങിയ വർക്കുകളൊക്കെ ഉള്ള ആളാണ് ഷിഹാബ് ഖാനം. പിന്നെ ഫദ്വ തൗഖാനും ഫലസ്തീനിലെ പ്രശസ്തയായ ഒരു കവിയാണ്. വഹ്ദി മഹല്ലയിൽ, പിന്നെ റിഹില ജബലിയ, റിഹില സ്വാബ ഒരു ലേഡി റൈറ്റർ ആട്ടോ. റിഹില ജബലിയ കവിയത്രിയാണ്. റിഹില സ്വാബ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബയോഗ്രഫിയാണ്, സീറാദാത്തിയാണ്. റിഹില ജബലിയ, റിഹില സ്വാബിയ എന്ന് പറഞ്ഞാൽ വന്തൽ ഓർത്ത് വെക്കാം. പിന്നെ അഡോണീസിൻ്റെ അഗാനിയും ഹിയാർ ദമഷ്ക്, പിന്നെ ഹാദ ഹുവസ്മി എന്ന് പറഞ്ഞ കവിതയാണ് ഇദ്ദേഹം വളരെ പ്രശസ്തനായത്. എഴുത്തച്ഛൻ കുമാരനാശൻ അവാർഡൊക്കെ, എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയ ആൾ കൂടിയാണ് അല്ലേ. കേരളത്തിലൊക്കെ വന്നിട്ടുള്ള ആൾ കൂടിയാണ്, ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ മഹ്മൂദ് ദർവേഷിൻ്റെ കൃതിയാണ് ഫക്കീർ ബി ഗൈരിക്ക. ഓക്കെ, ഫക്കീർ ബി ഗൈരിക്ക ഉണ്ട്. പിന്നെ ലിമാദാ തറക്കത്തൽ ഹിസാന വഹീദ എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ കൃതിയാണ്, ഫക്കീർ ബി ഗൈരിക്ക. സോ ഇവിടെ മഹ്മൂദ് ദർവേഷാണ് കറക്റ്റ് ആൻസർ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ചോദ്യമാണ്. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അൽ ബിനാ ഉൽ മആരിഫ്, അൽ മറൂന, അത്തഖയ്യുഫ്, അത്തഖീം അൽ മുസ്തമിർ. അതിന് നേരെ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അഡാപ്റ്റേഷൻ, നോളജ് കൺസ്ട്രക്ഷൻ, ഫ്ലെക്സിബിലിറ്റി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഇതാണ്. ഇത് ഏതാണ് മാച്ച് ആവുക എന്നുള്ളതാണ്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതാണ്. ശരിക്കും ഇത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തഖ്വീം അൽ മുസ്തമിറാണ് അല്ലേ. കണ്ടിന്യൂസ് ഇവാലുവേഷൻ നമ്മൾ സ്കൂളിലൊക്കെ സി മാർക്ക് ഉണ്ടാവില്ലേ, CCE കണ്ടിന്യൂസ് ഇവാലുവേഷൻ. തഖ്വീം അൽ മുസ്തമിറുൽ മുസ്തഈബ് എന്നാണ് പറയുക, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. പിന്നെ ബിനാഉൽ മാരിഫ നോളജ് കൺസ്ട്രക്ഷൻ ആണ്. ഫ്ലെക്സിബിലിറ്റിക്ക് മറൂനാണെന്ന് പറയാം, തഖയ്യുഫിന് അഡാപ്റ്റേഷൻ എന്നാണ് പറയാം. ഓക്കെ, സോ അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ലാസ്റ്റ് ചോദ്യങ്ങളുണ്ട്. ലാസ്റ്റ് 10 ചോദ്യമുണ്ട്. ഇത് എല്ലാ തവണയും ഇതേ പാറ്റേണിലാണ് വരാറുള്ളത്. എന്നുവെച്ചാൽ ഒരു പാരഗ്രാഫ് കൊടുക്കും. ആ പാരഗ്രാഫിൽ നിന്ന് ഓരോ പാരഗ്രാഫിൽ നിന്നും 5 ചോദ്യങ്ങൾ വീതം. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ ആശയം മനസ്സിലായ ആളുകൾക്ക് മാത്രമാണ് ഇത് അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. നോക്കാം, ഞാനിത് ആദ്യം ഇതിനെ വിശദീകരിക്കാം, എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് പറയാം. ഒന്ന് പൊതുവേ ഉണ്ടാവാറുള്ളത് ഈ
കണ്ടന്റ് ഓറിയൻറ്റഡ് ആയ ഒരു എസ് ആയിരിക്കും കൊടുക്കുക, ഒന്ന് കുറച്ചും കൂടി ലിറ്റററി ആയ കാര്യങ്ങളായിരിക്കും കൊടുക്കുക. അങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് പൊതുവേ ഉണ്ടാവാറുള്ളത്. ആ ലിറ്റററിയിൽ ചിലപ്പം നെസർ വരാം, ചിലപ്പം കവിതകളൊക്കെ ഉണ്ടാവാറുണ്ട്. കവിതകൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ട്. ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തർജ്ജമ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തർജ്ജമ ക്വസ്റ്റ്യനിലില്ല, ഞാനിപ്പോൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തതാണ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ആശയം പറയാം. ദക്കാഉൽ ഇസ്തിനായി, അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് പരിഗണിക്കപ്പെടുന്നത് കൺസിഡേർഡ് മിൻ അബ്രസി തത്തൗറാത്ത് തക്നിയ. അബ്രസ് എന്ന പ്രൊമിനൻറ്റ്, തത്തൗറാത്ത് തക്നിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. തത്തൗറാത്ത് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻ്റ് ആണ് അവർ. തത്തൗറാത്ത് തക്നിയ ടെക്നോളജിക്കൽ ഫിൽ അസ്റുൽ ഹദീസ്, ആധുനിക കാലത്ത് മോഡേൺ എറയിലെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ബഹു മജാൽ എൽമി, അതൊരു സയൻറ്റിഫിക് ഫീൽഡാണ്, സയൻറ്റിഫിക് ഏരിയയാണ്. അത് എയിം ചെയ്യുന്നത് തത്വീരി അലിമ, ഒരുപാട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഖാദിറ, ക്യാപ്പബിൾ ആയ, അല അദായിൽ മുഹാമിൽ മാരിഫിയ വെച്ചാൽ കോഗ്നിറ്റീവ് ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാപ്പബിൾ ആയ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AI വന്നിട്ടുള്ളത്. അല്ലത്തി കാലത്ത് ഹസറൽ ഇൻസാൻ, അത് മുമ്പ് മനുഷ്യന്മാർക്ക് മാത്രം കഴിയുമായിരുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാപ്പബിൾ ആയ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് AI വന്നിട്ടുള്ളത്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കാം. അതിൻ്റെ ഉദാഹരണം പറയുന്നത് തഫ്കീറുൽ ഇസ്തിൻതാജി എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ആ തഫ്കീർ തഖ്തീത്ത് പ്ലാനിങ് തഖ്തീത്ത് എന്ന പ്ലാനിങ് ആണ്. ഹല്ലുൽ മുഷ്കിൽ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. മനുഷ്യന്മാർക്ക് മാത്രം കഴിയുമായിരുന്ന ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ AI ആണ്. പിന്നെ അടുത്ത സെൻറ്റൻസിൽ ഒരുപാട് ടെക്നിക്സ് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മിസ്ല താലീമുൽ ആലി ഉണ്ട്. താലീമുൽ ആലി എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് ആണ്. പിന്നെ ആ താലീമുൽ അമീഖ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ലേണിംഗ് ആണ്. അഷബക്കാത്തുൽ അസബിയ അൽ ഇസ്തിനായി, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ANN. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ANN-ഉം അതേപോലെ ഡീപ്പ് ലേണിങ്ങും പിന്നെ മെഷീൻ ലേണിംഗ് ഒക്കെ. വഹിയ തക്നിയാത്തുൻ തുസ്മിഹുൽ ആലാത്തി ബി തഅല്ലുമിൽ അൻമാത്തി മിനൽ ബയാനാത്തി ലഹ്മ. ബയാനത്തുൽ ലഹ്മ എന്ന് പറഞ്ഞാൽ മാസ് അല്ലെങ്കിൽ വലിയ ഡാറ്റാബേസ്, വലിയ ഡാറ്റകളിൽ നിന്ന് നമുക്ക് പാറ്റേൺ പഠിക്കണം. പാറ്റേൺ പഠിക്കുന്നു ഈ ടൂളുകളൊക്കെ. അതിൻ്റെ ടെക്നിക്ക് അങ്ങനെയാണ്, ഒരു പാറ്റേൺ പഠിക്കുകയാണ് ഇവർ. എന്നിട്ട് പിന്നെ ഇത്തിഹാദുൽ ഖറാറാത്തി, തീരുമാനം ഉണ്ടാക്കുന്നു. ബിനാൻ അല ഹാദിൽ അന്നിമതി, ഈ പാറ്റേൺ വെച്ചിട്ട് ബിദൂനി എൽ ഹാജത്ത് ഇല ബർമജ സ്വരീഹിയ, എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പിന്നീട് അവരത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് AI മെത്തേഡ്. പിന്നെ അടുത്തൊരു കഴിഞ്ഞിട്ടില്ല. തത്ബീഖാത്തുൽ ഹദീസ ലിദക്കാൽ ഇസ്തിനായി, പുതിയ കാലത്തുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷനിലായിട്ട് പരിഗണിക്കപ്പെടുന്ന സാധനങ്ങളാണ്. അത് ഫിൽ മജാലത്ത് തിബിയ, മെഡിക്കൽ ഫീൽഡിലുണ്ട്. അതേപോലെ മിസ്ല തഷ്ഖീസ് തിബി, മെഡിക്കൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ഡയഗ്നോസിസ്. അതൊക്കെ മീൻ അബ്രസിൽ അംസില അല കൈഫിയത്തി അല കൈഫ യുംകിനുൽ ദക്കാൽ ഇസ്തിനായി അയ്യുഗൈർ ഹയാത്തിന. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മോട് പറയുന്നത് ഇതാണ്, എങ്ങനെയാണ് ദക്കാൽ ഇസ്തിനായി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് എന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പുതിയ ടെക്നിക്കൽപ്പെട്ട ഭാഗങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. ഈ മെഡിക്കൽ ഡയഗ്നോസിങ്ങും പിന്നെ ഇവിടെ ഒരു വാക്ക് മിസ്സിങ് ആയിട്ടുണ്ടല്ലേ, സിയാറ ദാത്തിയത്തുൽ കിയാദ എന്ന് പറയുന്നത് സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിളൊക്കെ. അപ്പോൾ അതൊക്കെ പുതിയ മനുഷ്യന്മാരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോലും കെൽപ്പുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, വമാദാലിക, അതോടൊപ്പം ലാ തസാല ഹുനാക്കൽ അദീദ് മിന തഹദി, ഒരുപാട് ചലഞ്ചസുകളുണ്ട്. മിസൽ ഹാജത്തിൽ മുആലജ ഖലായ അമാനി വൽ അഖ്ലാഖിയാത്തി, സേഫ്റ്റി ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഡീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിൽ ഇദാഫത്തി ഇലാ ദറൂറത്തിൽ ഹിഫാദി അലാ തവാസുനി ബൈനൽ ഫവായിദി വൽ മഹാത്തിർ അൽ മുഹ്തമില, അതുമൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ആൻഡ് റിസ്കുകളെ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത കൂടി ഇന്നത്തെ കാലത്ത് ഉണ്ട് എന്നുള്ള AI-കുറിച്ചുള്ള ചെറിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മാഹുവൽ ഹദഫു റഈസിയ, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? മിൻ തത്വീർ ദക്കാലിസ്തിനായി, ദക്കാലിസ്തിനായി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇത്തിഹാദുൽ ഖറാറാത്തി, തീരുമാനം എടുക്കുക. തത്വീർ അലിമ ഖാദിറ അല അദായിൽ മുഹാമിൽ മാരിഫിയ, ഒരുപാട് ടാസ്കുകൾ അല്ലേ, കോഗ്നിറ്റീവ് ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്ന കാപ്പബിളായ ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യലാണോ?
തഹദ്ദിൽ ഇൻസാൻ മനുഷ്യ ഹ്യൂമാനിറ്റിയെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇലാഅത്തു ഫുറസുൽ അമൽ വർക്കിൻ്റെ ചാൻസുകളെ ഇല്ലാതാക്കാനാണോ, നഷ്ടപ്പെടുത്താനാണോ? ശരിക്കും ഇവിടെ ഇത്തിഹാദുൽ ഖറാറാത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും ഇതിൻ്റെ ലക്ഷ്യം എന്ന രീതിയിൽ പറഞ്ഞത് ഇതാണ് അല്ലേ, കോഗ്നിറ്റീവ് ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്ന ക്യാപ്പബിളായ ഒരുപാട് സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AI ഇവിടെ AI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് തഖ്നിയാത്തു അല്ലത്തി യഅ്തമിദു അലൈഹ ദക്കാഉൽ ഇസ്തിനായി. ദക്കാഉൽ ഇസ്തിനായി ഏതൊക്കെ ടെക്നോളജിയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത്തഅല്ലുമുൽ ആലി മെഷീൻ ലേണിംഗ്, അഷബക്കാത്തുൽ അസബിയൽ ഇസ്തിനായി ANN, അത്തഅല്ലുമുൽ അബീക്ക് ഡീപ്പ് ലേണിംഗ്, അത്തത്വീറു ദാത്തി സെൽഫ് ഡെവലപ്മെൻറ്റ് അല്ലേ. ഇതിൽ ഏതൊക്കെ ടെക്നിക്സുകളാണ് അല്ലെങ്കിൽ ടെക്നോളജികളാണ് AI ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതിൽ നേരത്തെ ഈ മൂന്നെണ്ണം ഉദാഹരണത്തിൽ പറഞ്ഞതാണല്ലേ, അത്തഅല്ലുമുൽ ആലിയും അഷബക്കാത്തുൽ അസബിയ ഇസ്തിനായിയും അത്തഅല്ലുമുൽ അമീക്ക് അവിടെ പറഞ്ഞതാണ്. തത്വീർ ദാത്തി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെയാണ് വരിക: അലിഫ്, ബാ, ജീം ശരിയാണ്. 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ് ശരിയായത് കൊണ്ട് ഇതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഈ ഒരു ഇതിൽ പോലും ഇത്തരം മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം ഉള്ളത് മാഹിയ തത്ബീഖാത്തുൽ ഹദീസ, മോഡേൺ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് ദക്കാൽ ഇസ്തിനായി അല്ലാതെ തമ്മ ദിക്റുഹ ഫിൽ ഫിക്ര, പാരഗ്രാഫിൽ പറഞ്ഞ മോഡേൺ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? 1 ഹല്ലുൽ മുഷ്കിലാത്ത്, അത് അപ്ലിക്കേഷനായി പറഞ്ഞിട്ടില്ല, അതുമൂലം ഉണ്ടാവുന്ന ഉപകാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. തഖ്തീത്ത് പ്ലാനിങ്, അതേപോലെ തഫ്കീർ, ഇസ്തിൻതാജ്, ഡിഡക്റ്റീവ് തിങ്കിങ്, അതൊന്നും എന്തല്ല തത്ബീഖാത്ത് അപ്ലിക്കേഷനായി പറഞ്ഞിട്ടില്ല. അപ്ലിക്കേഷനായി പറഞ്ഞത് ഇതാണ് അല്ലേ, മെഡിക്കൽ അപ്ലിക്കേഷൻസ്, സെൽഫ് ഡ്രൈവിംഗ് കാറുകളെ കുറിച്ചും അതേപോലെ മെഡിക്കൽ ഡയഗ്നോസിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഇതിൻ്റെ തത്ബീഖായിട്ട് പരിചയപ്പെടുത്തിയത്. സോ ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് മുമ്പത്തൊക്കെ ആണെങ്കിൽ ഈ വാക്കുകളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ വാക്കുകളൊക്കെ അവിടെ ഉള്ളതാണ്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആ തത്ബീഖ് എന്നുള്ള ആ പോയിന്റിലാണ് ഇവിടെ ഫോക്കസിങ്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ ആശയം കൃത്യമായി മനസ്സിലായ ഒരാൾക്ക് മാത്രമാണ് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട്, മാഹിയ തഹദിയാത്ത്, എന്ത് ചലഞ്ചാണ് AI ഈ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ AI മൂലം ഉണ്ടാകുന്നത് ഈ പാരഗ്രാഫ് പ്രകാരം? ഖലായ അൽ അംൻ സേഫ്റ്റി ഇഷ്യൂസ്, ഖലായ അൽ അഖ്ലാഖിയ ബിഹേവിയറൽ ഇഷ്യൂസ്, ബർമജ സ്വരീഹിയ എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ്, തഅല്ലുമുൽ അൻമാത്ത് മിൻ ബയാനാത്തിൽ റഹ്മ, ഒരുപാട് വലിയ മാസീവ് ഡാറ്റകളിൽ നിന്ന് പാറ്റേൺ ലേൺ ചെയ്യാം. അപ്പോൾ പാറ്റേൺ ലേൺ ചെയ്യുക എന്നുള്ളത് ചലഞ്ചല്ല, അതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്. ബർമജ സ്വരീഹിയും ചലഞ്ചല്ല അല്ലേ. ഖലായൽ അമാനും സെക്യൂരിറ്റി ഇഷ്യൂസും അതേപോലെ ഖലായൽ അഖ്ലാഖിയാത്ത് ബിഹേവിയറൽ ഇഷ്യൂസൊക്കെയാണ് ഇതുമൂലം ഉണ്ടാവുക. സോ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി, അലിഫും ബാവും ആണ് അല്ലേ. 1, 2 പറയുമ്പോൾ അലിഫും ബാവും. സോ അതാണ് കറക്റ്റ് ആൻസർ. പിന്നെ അടുത്തത് വേറൊരു ചോദ്യം ഉള്ളത് ഫി ഹയാത്തിനൽ മുസ്തഖ്ബിലിയ, ഫ്യൂച്ചർ ലൈഫിൽ വിഫ്കലിൽ ഫിക്ര, ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാഹിയൽ മജാലാത്തു അല്ലത്തി അസിറു ഫിഹ ദക്കാഉൽ ഇസ്തിനായി, ദക്കാഉൽ ഇസ്തിനായി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണ് ഫ്യൂച്ചറിൽ? മജാലു തഅല്ലും വ തഅലീം, ഇത് പറഞ്ഞിട്ടില്ല ഇവിടെ. പക്ഷേ ഈ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആകത്തുക എന്ത് മനസ്സിലാക്കി എന്നാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചർ ഏതൊക്കെ മേഖലയിലാണ് ഇനി വരാൻ പറ്റുക? ഓക്കെ, എല്ലാ മേഖല എന്ന് പറഞ്ഞപ്പോൾ മജാലു തഅലീം വ തഅലീം, എഡ്യൂക്കേഷൻ മേഖല ഉണ്ട്, മജാലു തിബ് ഉണ്ട്, മജാലു തനഖുലാത്ത് ട്രാൻസ്പോർട്ടേഷൻ മേഖല, നേരത്തെ സെൽഫ് ഡ്രൈവിംഗ് കാറിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലും AI വരും എന്നാണ്. പിന്നെ മജാലു തഫ്കീർ ഇസ്തിൻതാജ്, ഡിഡക്റ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലേ, നേരത്തെ പറഞ്ഞല്ലോ, പ്ലാനിങ്, ഡിഡക്റ്റീവ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഗതികളൊക്കെയാണ് AI. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയായതുകൊണ്ട് ഇവിടെ അലിഫ്, ബാ, ജീമ്, ദാല് 4ഉം ശരിയാണ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻസുകൾ. ഓക്കെ, പിന്നെ ഈ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് കൂടി പോവാം. ഇതിവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് 5 ചോദ്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ലിറ്റററി ആയ ചോദ്യമാണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ അതിൻ്റെ ട്രാൻസ്ലേഷനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ ചോദ്യത്തിൻ്റെ ഭാഗമല്ല, ചോദ്യം അറബിയിൽ മാത്രമേ ഉള്ളൂ. അൽ ഹുബ്ബു ഹുവാൻ തോത്തിയ ബില ഇൻത്ലാരിൽ റദ്ദി അല്ലേ. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതാണ് സ്നേഹം. അൻ തോത്തിയ മിൻ അമാക്കി കൽബിക്ക, നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, അകത്തളങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ട ഒരു സാധനമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. അൻത മുത്തമ ഇന്നുൻ,
ബി അന്നക ലൻ തഹ്സുല അലാ ഷൈഇൻ സിവ സലാമി ദാഖലി, നിനക്ക് ഉറപ്പാണ് ഈ സ്നേഹം മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കുന്നതിലൂടെ നിനക്ക് ഇന്റേണൽ പീസ് അല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല എന്നുള്ളത്. ഓക്കെ. ഇന്നക്കും ലാ തുഹിബൂന ഇല്ലാ ഇത് അറഫ്തും കൈഫ തുഹിബൂന അൻഫുസക്കും അവലൻ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റുകയില്ല, നിങ്ങൾ സ്വന്തത്തെ സെൽഫ് ലവ് അല്ലെ, പരസ്പരം നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നതിൻ്റെ രീതിയെ മനസ്സിലാക്കിയാൽ അല്ലാതെ മറ്റുള്ളവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റൂല. അല്ല, യു കനോട്ട് ലവ് അൺലെസ് യു ഫസ്റ്റ് ലേൺ ഹൗ ടു ലവ് യുവർ സെൽഫ്. എങ്ങനെ യുവർ സെൽഫ് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ലവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫകുല്ലു ഹുബ്ബിൻ യബ്ദഉ മിന ദാഖിലി വ യബ്അസു മിൻ ദാഖിൽ ഇൻസാൻ. ഈ സ്നേഹമൊക്കെ വിത്തിൻ ആൻഡ് എമിനേറ്റ്, ഉള്ളിൽ നിന്നാണ് എപ്പോഴും വരുന്നതും കൊടുക്കുന്നതൊക്കെ. ലാക്കിൻ ലാ തസീറു അബീദ് അലി ഹാദലബ്, ഈ പ്രണയത്തിന്റെ അടിമകളായി മാറരുത്. ബൽ കൂനു അഹ്റാറൻ ഫി അത്തായിക്കും, സ്വതന്ത്രമായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. കമാ ഹുവൽ ഹുബ്ബു അല്ലദി ലാ യുതാലിബു സിവാൻ ഐഷ, കാരണം പ്രണയത്തിന്റെ ആവശ്യം എന്നുള്ളത് ദ ഓൺലി ആസ്ക് ടു ലിവ്, അത് എന്നും ബാക്കിയാവുക എന്നുള്ള അതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ്. അനലാ അതുലുബു മിൻകും അൻ തബ്കു അലാമ ഫഖത്തും, നിങ്ങൾക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയരുത്. അതാണ് ഞാൻ നിങ്ങളോട് അനലാ അതുലുബു, ഞാൻ നിങ്ങളോട് ഇത് റിക്വസ്റ്റ് ചെയ്യുന്നില്ല. എന്ത് റിക്വസ്റ്റ് ചെയ്യുന്നില്ല? തബുക്കു അലാമ ഫക്കത്ത്, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കരയാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല. വെച്ചാൽ നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കരയരുത് എന്നാണ് പറഞ്ഞത്. ബൽ അൻ തഫറഹു ബിമാ കസബ്തും, നിങ്ങൾക്ക് ഉള്ളതിൽ എന്താവാ, നിങ്ങൾ സന്തോഷിക്കാം. ഇന്നക്കും ലാ തുഹിബ്ബൂന ഇല്ലാ ഇദാ അറഫ്തും കൈഫ തുഹിബ്ബൂന അൻഫുസക്കും അവ്വൽ, നേരത്തെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് വീണ്ടും വരുന്നു. മാ അളമൽ ഹുബ്ബ്, ഹുബ്ബ് എന്ത് രസമാണ് അല്ലെ, മാ അളമൽ ഹുബ്ബ്, ഹുബ്ബ് എന്ത് പവിത്രമാണ്, അളമാണ്, ഗ്രേറ്റ് ആണ്. അല്ലാതെ യംലഉർ അർവാഹ ഫിൽ ഔഖാത്തി സ്വിആബ്, പ്രയാസഘട്ടങ്ങളിൽ മനുഷ്യന്റെ മനസ്സിനെ നിറക്കുന്ന സ്നേഹത്തിന് എത്ര വിലയാണുള്ളത്. വലാകിന്നഹു ലാ യദ്ഹറു ഇല്ലാ ഹീനമാ നുതിഹി ബിലാ ഹിസാബിൻ, പക്ഷെ അത് പ്രകടമാകണമെങ്കിൽ കണക്കില്ലാതെ, കയ്യും കണക്കില്ലാതെ എന്താണ് നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. വലാ നത്ലുബു മിൻഹു ഷൈഅൻ ഫിൽ മുഖാബിലി, ഫ്യൂച്ചറിൽ നമ്മൾ എന്താൻ പാടില്ല, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടോ അതിന്റെ ഒന്നും എക്സ്പെക്ട് ചെയ്യാനും പാടില്ല. അപ്പൊ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. മാതാ യുരീദു ജിബ്രാൻ, ഇത് ജിബ്രാന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലിമന അനിൽ ഹുബ്ബി ദാത്തി, സെൽഫ് ഹുബിനെ കുറിച്ച് എന്താണ് നമ്മോട് പറഞ്ഞു തരാൻ ജിബ്രാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലേ, സെൽഫ് ഹുബ് പറഞ്ഞാൽ സ്വന്തത്തെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കണം, എങ്ങനെ മാത്രമാണ് തഹാബു പരസ്പരം സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന് രണ്ടിടത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ്. ഇത് ഹുബ്ബുദാത്ത് ഹുവ യൻസഹിബൽ ഷഖ്സു നഫ്സിഹി, നഫ്സിലേക്ക് ഇങ്ങനെ ഊഴ്ന്നിറങ്ങുക, അതല്ല. ഹുബ്ബുദാത്ത് എന്ന് പറഞ്ഞാൽ അസാസ് ഹുബ്ബുല്ലാഹ്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു അടിസ്ഥാന ഘടകം കൂടിയാണ്. വഅന്നഹു ലാ യുംകിനുൽ ഇൻസാന അൻ യുഅതിയ ഹുബ്ബൻ ഹഖീഖിയൻ ലിൽ ആഖിരീൻ ഇദാ ലം യകുൻ ഖാദിറൻ അലാ ഹുബ്ബി നഫ്സിഹി അവലൻ. ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടിടത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ ഹുബ്ബുദാത്തിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഹുബ്ബുദാത്ത് ഹുവ തഅമ്മുഖു ഫിൽ ഹുബ്ബി, പ്രണയത്തിൽ ഇങ്ങനെ ഡീപ്പായി പോവാന്നുള്ളതല്ല ഹുബ്ബുദാത്ത് എന്ന് പറഞ്ഞാൽ. ഹുബ്ബുദാത്ത് ഹുവൽ ഹുബ്ബു ബിലാ ശുറൂത്തിൻ വലാ ഹുദൂദിൻ, കണക്കും കയ്യുമില്ലാതെ കൊടുക്കുന്ന ഹുബ്ബ് നല്ലതാണ്, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഹുബ്ബുദാത്ത് എന്ന വാക്ക് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അല്ലേ. പിന്നെ അസ്സലാമുദ്ദാഹിലി, ഇന്റേണൽ പീസ് കൊണ്ട് എന്താണ് കവി ഉദ്ദേശിച്ചത് അല്ലെ, ഈ ജിബ്രാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇന്റേണൽ പീസിന്റെ ഉദ്ദേശം അവിടെ പറഞ്ഞിട്ടില്ല. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ അയാളുടെ ഉദ്ദേശം ഇതായിരിക്കുമെന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ അതാണ് പറഞ്ഞത്. ഡയറക്റ്റ് ആ വാക്ക് ഇങ്ങനെ നോക്കിയാൽ ആൻസർ കിട്ടൂല. അറാഹത്ത് നഫ്സിയത്തും അനീന അല്ലത്തി യശ്ഉറു ബിഹൽ ഇൻസാനു ഇൻദമാ യുഹിബ്ബു വയുഅതി ദൂന അൻ യതവഖഅ ഷൈഅൻ ഫിൽ മുഖാബിലി, ഭാവിയിൽ ഒന്നും കിട്ടില്ല എന്ന് കണ്ടിട്ട് പോലും മനസ്സറിഞ്ഞ് ഉള്ളിൽ നിന്ന് മറ്റുള്ളവനെ സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിട്ടുന്ന ഒരു ആശ്വാസം, അതിനാണ് എന്ത് പറയാ, അസ്സലാമുദ്ദാഖിലി എന്ന് പറയാം. ശരിയാണല്ലേ. ആ റദ്ദുൽ ഈജാബി മിൻ തൊറഫിൽ മുസ്തസ്ലിം ഇൻദമാ തുഖ്ബൽ, കിട്ടുമ്പോൾ എന്തെങ്കിലും പോസിറ്റീവായ റീപ്ലൈ, ആ റീപ്ലൈ കിട്ടുമ്പോൾ ഉണ്ടാ സന്തോഷം, അതാണോ പീസ്? അല്ലല്ലോ. അത് കിട്ടുമ്പോൾ കിട്ടി, ഓക്കെ. അത് കിട്ടാതിരിക്കാണ്, ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോഴാണ് അങ്ങനെ അയാൾ പറഞ്ഞാലും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക, ഇന്റേണൽ പീസ് കിട്ടുക. അപ്പോൾ ഇവിടെ റദ്ദിന് അവിടെ എന്തില്ല, പോസിറ്റീവായ റിപ്ലൈ ആണെങ്കിൽ പോലും ഇന്റേണൽ പീസുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. പിന്നെ ആയിഷു ബൈനന്നാസ് ഇൻദമായി ആയിഷു നഫി മുജ്തമി ബി സഖാഫാത്തിൽ മുത്തനവിയ, പരസ്പരം ഇടകലർന്ന് ജീവിക്കുക എന്നുള്ളത്, അപ്പോൾ സ്നേഹത്തിന്റെ ഭാഗമായി ഉണ്ടാകുമ്പോഴാണ് നല്ല ഇടകലർന്ന് ജീവിക്കാൻ പറ്റാം. പക്ഷെ അതെന്തല്ല, ഇന്റേണൽ പീസിന്റെ ഭാഗമല്ല. ഇന്റേണൽ പീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വിവക്ഷയുമല്ല. ആ ദുആഉ ലിമൻ ഖദിമ ഹദിയത്തിൻ, ഗിഫ്റ്റ് തരുന്ന ആൾക്ക് ദുആ ചെയ്ത് കൊടുത്താൽ സന്തോഷം ഉണ്ടാവും. പക്ഷെ അതെന്തല്ല, ഏറ്റവും ബേസിക്കലായ ഇന്റേണൽ പീസ്. ഇന്റേണൽ പീസ് എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ്, ഒരു റാഹത്താണ്, തുമനീനത്താണ്. ഓക്കെ. അടുത്തത് മല്ലദി യത്ലുബുഹു ജിബ്രാൻ മീൻ നാസിഫി ഹാൽ ഫിക്ർ, ആളുകളോട് എന്ത് പറയാനാണ് ജിബ്രാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നത്?
യത്ലുബു മിൻഹും അൻ തൻതഹിദുൽ ഫുർസ, നിങ്ങളുടെ അവസരങ്ങൾ മുതലെടുക്കണം എന്ന് ജിബ്രാൻ ഇതിലൂടെ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. യത്ലുബു മിൻഹും അൻ യബ്തഇദു അനിൽ ബുകാഇ, എന്നൊന്നും കരയരുത് എന്ന് പറയുന്നുണ്ടോ? അതും പറയുന്നില്ല. യത്ലുബു മിൻഹും അൻ യഫ്റഹു ബിമാ കസബൂഹു ബദലൻ മിൻ അൻ യബ്കു അലാ മാ ഫഖദൂഹു, ഇല്ലാത്തതിനെ കുറിച്ച് കരയുന്നതിന് പകരമായിട്ട് ഉള്ളതിനെ കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജിബ്രാൻ ഇതിലൂടെ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യത്ലുബു മിൻഹും അൻ യൻഫഖു മിൻ അംവാലി അൽ അഖാരിബി, കുടുംബക്കാർക്ക് അല്ലെങ്കിൽ അടുത്തുള്ള ആളുകൾക്ക് തന്റെ സമ്പാദ്യം കൊടുക്കാൻ വേണ്ടിയിട്ടും ഇദ്ദേഹം ഇതിലൂടെ പറയുന്നില്ല. സോ ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് മാ അളമൽ ഹുബ്ബ അല്ലദീ യംലഉ അൽ അർവാഹ ഫി ഔഖാത്തി സിആബി, പ്രയാസഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിന്റെ ആത്മാവിനെ തണുപ്പിക്കുന്ന ഹുബ്ബിന് എന്തു ഭംഗി, അല്ലെങ്കിൽ ഹുബ്ബ് എത്രമാത്രം മനോഹരം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണ്? അൽ ഹുബ്ബ് ആദിയുൻ യംലഉൽ ഖുലൂബ ഫറഹൻ, ഹുബ്ബ് എന്നുള്ളത് നോർമലാണ്, എപ്പോഴും മനുഷ്യ മനസ്സിന് സന്തോഷം നൽകുന്നത് ആണ് എന്നാണ് പറഞ്ഞത്. അല്ല. ഹൽ ഹുബ്ബ് മൻശഉഹു അൽ ഔഖാത്തു സബ, ഹുബ്ബ് ഉണ്ടാവണം അല്ലെങ്കിൽ ഹുബ്ബ് പ്രകടമാകുന്ന ഘടകം പ്രയാസഘട്ടങ്ങളിൽ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞോ? ഇല്ല അല്ലേ. പ്രയാസഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഹുബ്ബിന് എത്രമാത്രം മനോഹരം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അൽ ഹുബ്ബ് യകൂന അഖ്വാ ഫിൽ ഔഖാത്തി സുഅബ, പ്രയാസഘട്ടങ്ങളിൽ ഹുബ്ബ് എന്താവും, വളരെ തീവ്രമാകും എന്നും പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. പ്രയാസഘട്ടങ്ങളിൽ ഹുബ്ബ് തീവ്രമാണെന്നെ കുറിച്ചല്ല പറഞ്ഞത്, അത് മൂലം ഉണ്ടാകുന്ന ഹുബ്ബിന്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഇന്നൽ ഹുബ്ബ ഹുവൽ ഖുവ്വ അല്ലതി തംലഉ റൂഹ വ തംനഹുൽ അമല വ തവാസുന ഖുസൂസൻ ഫിൽ ഔഖാത്തി സുഅബ, അതാണ് പറഞ്ഞത്. പ്രയാസകാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് മനസ്സിനെയും അതിനൊക്കെ തണുപ്പിക്കുന്ന ആ ഹുബ്ബിന്റെ ആ പവറിനെ കുറിച്ചാണ് അദ്ദേഹം എന്തായത് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് രണ്ടൊക്കെ ചെറിയ രീതിയിൽ ആശയമായി ബന്ധപ്പെടുന്നതാണ്. പക്ഷെ ഇദ്ദേഹം ഇവിടെ നടത്തിയ സ്റ്റേറ്റ്മെന്റിന്റെ യഥാർത്ഥ കോർ പോയിന്റിന്റെ ആശയം ഡി മാത്രമാണ് നമുക്ക് നൽകുന്നുള്ളൂ. സോ ഡി ആണ് കറക്റ്റ് ആൻസർ. അവസാനത്തെ ഒരു ചോദ്യമുണ്ട്. മാതാ യാനി അൻ തോത്തിയ ബില ഇന്തിലാൽ റദ്ദി, ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ നീ കൊടുക്കണം സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആശയം എന്താണ്? അൻ തോത്തിയ മീൻ കൽബിക്ക ദൂന അൻ തന്തന്ത്ര ഷൈദൻ മുക്കാബിലി, ഭാവിയിൽ റിപ്ലൈ ആയിട്ട് ഒന്നും കിട്ടാതെ, ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പോലും ഒന്നും പ്രതീക്ഷിക്കാതെ ഹൃദയം തുറന്ന് കൊടുക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൻ തോത്തിയലി ഷഖ്സിൻ ഷൈഅൻ ഫി ഗിയാബി, ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് കൊടുക്കലാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല അല്ലേ. ഇവിടെ ശരിക്കും മുക്കാബിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒന്നും കിട്ടാതെ, റിപ്ലൈ അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും കിട്ടാതെ കൊടുക്കുന്നതിനാണ് അവിടെ ബില എന്തെന്നാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൻ തോത്തിയലി ഷഖ്സിൻ വ തഖ്റുജു മിൻഹു ശരിഅൻ, ഒരു സാധനം കൊടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തു പോവുക, അതാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. ജമിയുമാ ദുക്രയാണോ? അതുമല്ല. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്, ഒരുപാട് ലെങ്തി ആയി പോയി വീഡിയോ. അപ്പോൾ ലിറ്ററേച്ചർ എന്നുള്ള 10-15 ചോദ്യങ്ങളുണ്ട്. പിന്നെ കേരള ലിറ്ററേച്ചറിൽ നിന്ന് സിമ്പിളായ കുറച്ച് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളത് ഫോക്കസ് ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ പക്ഷേ ശ്രദ്ധിക്കാത്ത കാര്യമായിരിക്കും, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. പിന്നെ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ റീസെൻ്റ് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നെഹ്വിൽ നിന്ന് ഡയറക്റ്റ് ഗ്രാമർ ചോദിക്കുന്നതിന് പകരമായിട്ട് കായികപരമായ ചോദ്യങ്ങളാണ് ഇത്തവണ കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം മാറ്റങ്ങളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഗഹനമായി നിങ്ങൾ കേൾക്കുക. ഒരു തവണ കേട്ടിട്ട് ക്ലിയർ ആവാത്ത ആളുകൾ 2ാം തവണയും കേൾക്കാൻ ശ്രമം നടത്തുക. സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം ക്ലാസ്സൊക്കെ കേട്ട് ക്ഷമിച്ച നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. ശുക്രൻ ജസാക്കമുല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.